അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ? വലൈക്കും സലാം. ഓക്കെ, എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? UK എനിക്ക് എന്റെ സലാമാണോ മടക്കിയതല്ല, അവിടെ ഒരു സലാമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഉറപ്പിക്കാത്തത്. ഓക്കെ. സൗദി നാഷണൽ ഡേ പ്രഭാഷണം ഖാഫില ബുറൈദയുടേത് ഇന്നലെ കഴിഞ്ഞതായിരിക്കും അല്ലെ? അത്യാവശ്യമുള്ള പ്രസംഗമാണെങ്കിൽ ഞാൻ തൽക്കാലം വിട്ടേക്കുന്നതിന് കുഴപ്പമില്ല. സുഹൃത്തുക്കളെ, അവിടെ അല്ലനോ മോനെ, നമുക്ക് തുടങ്ങാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹാദരവുകൾ നിറഞ്ഞ അഭിമന്യരായ KCRലെ പ്രിയപ്പെട്ട ഉസ്താദുമാർ, സയ്യിദന്മാർ, മറ്റു റേഡിയോ വഴിയും മറ്റും ശ്രവിക്കുന്ന എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലത് പറയാനും അത് കേൾക്കാനും അത് ജീവിതത്തിൽ പകർത്താനും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ശിഷ്യന്മാർ, കൂട്ടുകുടുംബാദികൾ, നാം സ്നേഹിച്ചവർ, നമ്മെ സ്നേഹിച്ചവർ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, അവർക്കൊക്കെയും അല്ലാഹു അവരുടെയും നമ്മുടെയും ഒക്കെ ഹലാലായ ഉദ്ദേശങ്ങൾ സഫലീകരിച്ചു തരികയും പ്രയാസങ്ങളും രോഗങ്ങളും പ്രശ്നങ്ങളൊക്കെ അല്ലാഹു പരിഹരിച്ചു തരികയും ചെയ്യുമാറാവട്ടെ. മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറക്ക് തിരിച്ചവർക്ക് അത് നല്ല രൂപത്തിൽ നിർവഹിക്കാനും മഖബൂലും ഹജ്ജും ഉംറക്കും ഭാഗ്യം ലഭിക്കാത്തവർക്ക് എത്രയും പെട്ടെന്ന് യൗവനകാലത്ത് ആരോഗ്യത്തോടെ മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറ നിർവഹിക്കാനും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള സന്ദർശിക്കാനും സ്വലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് കൺകുളിർക്കെ പറയാൻ, അതോടൊപ്പം പുണ്യനബിയെ സ്വപ്നത്തിലെങ്കിലും ദർശിക്കാനുമുള്ള ഭാഗ്യം അല്ലാഹു നമുക്കൊക്കെയും തന്നനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിക്കൽ ഖൈറാവുന്ന കാലത്തോളം ആഫിയത്തോടെ ജീവിച്ച് മരിക്കൽ ഖൈറാവുന്ന നേരത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി മരിക്കാൻ നമ്മെയും വേണ്ടപ്പെട്ടവരെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ, ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇന്നലെ പറഞ്ഞ വെച്ച വിഷയത്തിന്റെ തുടർ ഭാഗമാണ്. അതിനിടയിൽ ഒന്ന് ഓർമ്മിപ്പിക്കാനുള്ള ഒരു വിഷയം ഉണ്ടായിരുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനം പറയാമെന്ന് കരുതിയതായിരുന്നു. ഒരു സുഹൃത്തിന്റെ ചോദ്യവുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് ആ സുഹൃത്ത് വന്നിട്ടാവാമെന്ന് കരുതി നിർത്തിവെക്കുകയും അതേസമയം ആ സുഹൃത്ത് ഇന്നലെ വന്നില്ല, ഇന്നുണ്ടോന്നറിയില്ല. UK ഹാഷിമല്ല, KM യൂസുഫ് എന്ന പേരിലുള്ള ഒരു സുഹൃത്തായിരുന്നു. ഇന്നും ആ സുഹൃത്ത് സ്ഥലത്തില്ലെന്ന് തോന്നി. അന്ന് മാത്രം എത്തിപ്പെടുകയും അല്പം അഭിപ്രായം പറഞ്ഞ് പോവുകയും ചെയ്തതാണോ എന്ന് അറിയില്ല. ഏതായാലും ആ സുഹൃത്ത് ചോദിച്ചൊരു ചോദ്യത്തിന് പൂർണ്ണമായ മറുപടി എന്റെ ഭാഗത്തുനിന്ന് നൽകിയിട്ടില്ല. അതുകൊണ്ട് തൽക്കാലം പ്രത്യേകിച്ച് റെക്കോർഡോ മറ്റോ ചെയ്ത അവരുണ്ടെങ്കിൽ ആ റെക്കോർഡിൽ ചിലപ്പോൾ ആ രൂപത്തിൽ അങ്ങനെ അത് ഫില്ലല്ലാത്ത രൂപത്തിൽ ഒഴിഞ്ഞു കിടക്കും. അതുകൊണ്ട് ആ വിഷയം ഒന്ന് പൂർണ്ണമാക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നലെ മിനിഞ്ഞാന്ന് സൂചിപ്പിച്ച വിഷയത്തിന്റെ ഒരു ഭാഗം, അതായത് ഒരു ബക്കറ്റ് വെള്ളത്തിലേക്ക്, 2 കുല്ലത്തില്ലാത്ത വെള്ളത്തിലേക്ക് കൈ മുക്കുകയും വുളൂഇനോ ജനാബത്തുകാരൻ നിയ്യത്ത് വെച്ചതിന് ശേഷം കൈ മുക്കിയാൽ വെള്ളം കോരിയെടുക്കുന്നു എന്ന ലക്ഷ്യമൊന്നുമില്ലാതെ കണ്ട് മുക്കിയാൽ അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കയ്യിലുള്ള കയ്യിലുള്ള വെള്ളമല്ലാത്ത മറ്റു വെള്ളവും മുസ്താമലാണെന്നും അതിനുപയോഗിക്കാൻ പാടില്ലെന്നും പറഞ്ഞു. അപ്പോൾ ആ സുഹൃത്ത് ചോദിച്ചതാണ് ജനാബത്തുകാരനെ സംബന്ധിച്ചിടത്തോളം, എന്നിട്ട് ഫത്ഹുൽ മൊയിനിലുള്ളത് ആ കയ്യിലുള്ള വെള്ളം കൊണ്ട് അവന്റെ തണ്ടൻ കൈയുടെ ബാക്കി ഭാഗം കഴുകാം എന്നാണ് ഫത്ഹുൽ മൊയിനിലുള്ളത്. അവിടെ വെച്ച സുഹൃത്ത് ചോദിച്ചത് ജനാബത്തുകാരനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആ ശരീരഭാഗം മുഴുവനും ഒരവയവത്തെ പോലെയല്ലേ, അതുകൊണ്ട് തന്നെ അവനെ സംബന്ധിച്ചിടത്തോളം മറ്റു ഏതു ഭാഗവും കഴുകിക്കൂടെ എന്നാണ്. അവിടെ ഞാൻ അന്ന് സൂചിപ്പിച്ച വിഷയം, ഇവിടെ ബാക്കിയ സായിദിഹ എന്ന് പ്രത്യേകം പറഞ്ഞതുകൊണ്ട് അതേ പറ്റോ എന്നാണ് തോന്നുന്നത് എന്നാണ്. പക്ഷേ ഏതായാലും മറ്റു കിതാബുകളൊക്കെ പരിശോധിച്ചപ്പോൾ, പ്രത്യേകിച്ച് തുഹ്ഫയുടെ വ്യാഖ്യാനമായ ഷർവാനിയൊക്കെ കണ്ടപ്പോൾ അങ്ങനെയല്ല. വുളൂ ചെയ്യുന്നവനെ സംബന്ധിച്ചിടത്തോളം തണ്ണങ്കൈയിന്റെ ബാക്കി ഭാഗവും, ജനാബത്തുകാരനെ സംബന്ധിച്ചിടത്തോളം ആ വെള്ളം കൊണ്ട് എവിടേക്ക് എത്തിക്കാമോ അവിടേക്ക് എത്തിക്കാവുന്നതുമാണ് എന്നാണ് ഇതിന്റെ പൂർണ്ണമായ ശരിയായ വിഷയം എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. ആ സുഹൃത്ത് ക്ലാസ്സിലില്ലെങ്കിലും മറ്റു റെക്കോർഡ് ചെയ്തവർക്കും മറ്റും, അല്ലെങ്കിൽ ഈ ക്ലാസ്സിന് എപ്പോഴെങ്കിലും വീക്ഷിക്കാനുള്ള ഇടയാവുന്നവർക്ക് വേണ്ടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം.
നമ്മൾ ഇന്നലെ പറഞ്ഞു വെച്ച 3 നിബന്ധനകളുടെ ഓപ്പോസിറ്റുകളാണ് ഇന്ന് പറയാനിരിക്കുന്നത്. അതുകൊണ്ട് ഇന്നലത്തെ ഭാഗം വളരെ പ്രധാനമാണ്. എന്ന് പറഞ്ഞാൽ ഇന്നലെ പറഞ്ഞത് ഗൈറ മുതഗയ്യിരിൻ ബിഖലീത്തിൻ ഗൈറു മുതഗയ്യിരിൻ കസീറൻ ബിഖലീത്തിൻ ത്വാഹിരിൻ വനിയ അൻഹു. ഇങ്ങനെ 4 നിബന്ധനകളാണ്. ഒരു നിബന്ധന ഇന്നലെ തന്നെ പറഞ്ഞു. അതായത് വെള്ളത്തെ തൊട്ട് മാറി നിൽക്കാൻ സാധിക്കുന്ന ശുദ്ധിയുള്ള ലയിച്ചു ചേരുന്ന വസ്തു കൊണ്ട് അധികരിച്ച പകർച്ചയായാൽ ആ വെള്ളം ഫർളിൽ ഉപയോഗിക്കാനോ എന്നല്ല, ഔദ്യോഗികമായ ഒരു സുന്നത്ത് ഔദ്യോഗികമായ ശുദ്ധീകരണങ്ങൾക്കൊന്നും പറ്റില്ല എന്ന്. ഉദാഹരണം നമ്മൾ വ്യക്തമായി പറഞ്ഞു. നമ്മളൊരു ബക്കറ്റ് വെള്ളം എടുത്തു, അല്പം സൂപ്പർ വെയിറ്റ് മാത്രം ഉറ്റിച്ചു. വെള്ളത്തിന്റെ നിറമോ രുചിയോ ഒന്നും മാറിയില്ല, ചെറിയൊരു ചൊയേ ഉള്ളൂ, ചെറിയൊരു നിറം മാറ്റേ ഉള്ളൂ, എന്നാൽ ആ വെള്ളം ഉപയോഗിക്കാം. അതേസമയം സാധാ രൂപത്തിൽ സൂപ്പറേറ്റ് മുക്കാൻ ഉപയോഗിക്കുന്ന രൂപത്തിൽ സൂപ്പറേറ്റിനാക്കി ഇപ്പോൾ സൂപ്പറേറ്റ് വെള്ളം എന്ന് പറയുന്ന രൂപത്തിലേക്ക് ആക്കിയാൽ ആ വെള്ളം പിന്നെ എന്തിനു പറ്റില്ല? വുളൂ ചെയ്യാനോ കുളിക്കാനോ ഒന്നും പറ്റില്ല. എന്നതുപോലെ ഇന്ന് പറയാൻ പോകുന്ന വിഷയം ഈ 3 നിബന്ധനകളാണുള്ളത്. സൂപ്പർവെയിറ്റ് വെള്ളവുമായി കൂടിച്ചേരുന്ന വസ്തുവല്ല എന്ന് പറഞ്ഞാൽ വെള്ളത്തോട് എപ്പോഴും വെള്ളവുമായി സമരസപ്പെടുന്ന ഒന്നല്ല. വെള്ളത്തിന് നമുക്ക് കരുതിയാൽ സൂപ്പർവെയിറ്റ് വേറെ വെള്ളം വേറെയായി സൂക്ഷിക്കാൻ കഴിയും. ഒന്നത്. 2, വെള്ളത്തിൽ ലയിച്ചു ചേരുന്ന വസ്തു. ലയിച്ചു ചേരാത്ത വസ്തു കൊണ്ട് പകർച്ചയായാൽ മറ്റൊരു നിയമമാണ്. അതോടൊപ്പം തന്നെ ത്വാഹിറായ വസ്തു കൊണ്ട് പകർച്ചയായതിനെ കുറിച്ചാണ് പറഞ്ഞത്. നജസായ വസ്തു കൊണ്ടാണ് പകർച്ചയായതെങ്കിൽ അതിനും മറ്റൊരു നിയമമാണ്. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ബഹുമാനപ്പെട്ടവർ തുടരുന്നത്. വഖറജ ബിഖൗലി, അവിടെ നിന്നാണ് നമുക്ക് ഓതേണ്ടത്. വഖറജ ബിഖൗലി, ശ്രദ്ധിക്കണേ. വഖറജ ബിഖൗലി, എന്റെ വാക്ക് കൊണ്ട് പുറത്തുപോയി. ബിഖലീത്തിൻ, നേരത്തെ പറഞ്ഞു ഖലീത്തായ വസ്തു കൊണ്ട് അധികരിച്ച പകർച്ചയായത് വുളൂ ചെയ്യാൻ പറ്റൂല, കുളിക്കാൻ പറ്റൂല എന്നാണ്. അപ്പൊ ഖലീത്ത് എന്ന പ്രയോഗം കൊണ്ട് പുറത്തുപോയി. അൽ മുജാവിറു, മുജാവിർ പുറത്തുപോയി. മുജാവിർ എന്ന് പറഞ്ഞാൽ ജാറ് എന്ന് പറഞ്ഞാൽ അയൽവാസി. മുജാവിറിന് അയൽപക്ക ബന്ധം കൂടെ നിൽക്കുന്നത് ലയിച്ചു ചേരാത്ത വസ്തു, അതാണ് മുജാവിർ. ഖലീത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു കണ്ണിന്റെ കാഴ്ചയിൽ ആ വസ്തുവിനെ വേറിട്ട് കാണൂല. അതേസമയം മുജാവിർ എന്ന് പറഞ്ഞാൽ വ്യക്തമായി പറയുന്നുണ്ട്. മലയാളത്തിൽ അർത്ഥം വെക്കുമ്പോൾ അയൽപക്ക ബന്ധമുള്ളത് എന്നോ കൂടെ നിൽക്കുന്നതെന്നൊക്കെ അർത്ഥം വെക്കാം. ലയിച്ചു ചേരാത്ത വസ്തു. വഖറജ ബിഖൗലി, എന്റെ വാക്ക് കൊണ്ട് പുറത്തുപോയി. ബി ഖലീത്തിൻ എന്ന വാക്ക് കൊണ്ട് പുറത്തുപോയി. അൽ മുജാവിറു, മുജാവിറായ വസ്തു. അപ്പോൾ മുജാവിറായ വസ്തു കൊണ്ട് പകർച്ചയായാൽ പ്രശ്നമല്ല എന്നർത്ഥം. ഖലീത്ത് കൊണ്ട് പകർച്ചയായതാണല്ലോ പ്രശ്നം. അപ്പോൾ മുജാവിറായ വസ്തു കൊണ്ട് പകർച്ചയായാൽ പ്രശ്നമില്ലെന്ന് വരും. വഹുവ, ഏതാണ് ഈ മുജാവിറായ വസ്തു എന്ന് പറഞ്ഞാൽ? മാ യതമയ്യസു ലിന്നാളിരി, നോക്കുന്നവന് വേർതിരിഞ്ഞ് കാണുന്ന ഒന്നാണ് മുജാവിർ. ഇന്നലെ പറഞ്ഞത് കാണാത്തത്, വേർതിരിയാത്തതിനാണ് ഖലീത്ത് എന്ന് പറയാ, വേർതിരിയുന്നതിനാണ് മുജാവിർ എന്ന് പറയുക. മാ യതമയ്യസു ലിന്നാളിരി, നോക്കുന്നവന് വേർതിരിഞ്ഞ് കാണുന്ന ഒന്നിനാണ് മുജാവിർ എന്ന് പറയുക. കഊദിൻ, കൊള്ളിക്കഷ്ണം പോലെ. കൊള്ളിക്കഷ്ണം കൊണ്ട് എങ്ങനെ പകർച്ചയാവാനാണ്? ഒരു നല്ല വാസനയോ മറ്റുള്ള കൊള്ളിയാണ് വെള്ളത്തിൽ കുറെ നേരം ഉള്ളതെങ്കിൽ ആ വെള്ളത്തിനൊരു പ്രത്യേകമായ വാസന കടന്നു വരും. വദുഹിനിൻ, എണ്ണ പോലെ. വലൗ മുതയ്യബൈനി, അവ രണ്ടും സുഗന്ധം പൂശപ്പെട്ടതാണെങ്കിലും ശരി, അല്ലെങ്കിൽ സുഗന്ധമുള്ളതാണെങ്കിലും ശരി. അപ്പൊ നല്ല സുഗന്ധമുള്ള ഉഴുത്, ഇനി വേണമെങ്കിൽ നമ്മുടെ സാധാ ഉഴുതുണ്ടല്ലോ, നല്ല 1-ാം നമ്പർ ഉഴുത് വെള്ളത്തിലിട്ട് വെച്ചാൽ വെള്ളം അല്പം കഴിയുമ്പോൾ ഉഴുത് മണക്കാൻ തുടങ്ങും. ആ മണക്കൽ കൊണ്ട് പ്രശ്നമുണ്ടോ? ഇല്ല. അതുപോലെ 1-ാം നമ്പർ നല്ല സുഗന്ധമുള്ള എണ്ണ വെള്ളത്തിലേക്ക് ഇട്ടാൽ എണ്ണയും വെള്ളയും ലയിച്ചു ചേരൂല. അപ്പം എണ്ണ അവിടെ വെക്കുകയാണെങ്കിൽ, എണ്ണ വെള്ളത്തിലേക്ക് ഒഴിക്കുകയാണെങ്കിൽ ആ വെള്ളത്തിനൊരു പ്രത്യേകമായ രുചിയും നിറമൊക്കെ ഉണ്ടാവും എന്ന് കരുതി ആ വെള്ളത്തിന് കുഴപ്പമില്ല. കാരണം ആ വസ്തു മുജാവിറാണ്, ഖലീത്തല്ല. ഖലീത്തായ വസ്തു കൊണ്ട് അധികരിച്ച പകർച്ചയുണ്ടായാലാണ് പ്രശ്നം വരുന്നത്. വമിൻഹു, ആ മുജാവിറിൽ പെട്ടതാണ്, ആ മുജാവിരിൽ പെട്ടതാണ് അൽ ബഖൂറു. അൽ ബഖൂറു, പുകയിക്കാൻ ഉപയോഗിക്കുന്ന വസ്തു. അൽ ബഖൂറു, അൽ ബഖൂറു പുകയിക്കാൻ ഉപയോഗിക്കുന്ന വസ്തു. വഇൻ കസൂറ, അതെത്ര അധികരിച്ചതാണെങ്കിലും ശരി. ആ പുകയിക്കാൻ ഉപയോഗിക്കുന്ന വസ്തു എത്ര അധികരിച്ചതാണെങ്കിലും ശരി. അല്ലെങ്കിൽ കൊള്ളി പോലത്തെ വസ്തു, ബുഖാറിന് മറ്റൊരു അർത്ഥം ഇങ്ങനെയും വെക്കാം.
കൊള്ളി പോലോത്തത് കരിക്കലിനാൽ ഉണ്ടായിത്തീരുന്ന പുക. വമിൻഹു അതിൽപ്പെട്ടതാണ് അൽ ബഖൂറു. അൽ ബഖൂറു എന്ന് പറഞ്ഞാൽ നമ്മൾ ഓത് പോലോത്തത് കത്തിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ഉയർന്നു വരുന്ന പുക വെള്ളവുമായി ചേർന്നാൽ സ്വാഭാവികം വെള്ളവുമായി ലയിച്ചു ചേരൂല, പക്ഷെ അത് മുഖേന നല്ല 1-ാം നമ്പർ വാസന ലഭിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ നിറവും മാറും. എന്നാലും അതിൽപ്പെട്ടതാണ് വമിൻഹു. ആ മുജാവറിൽ പെട്ടതാണ്, ലയിച്ചു ചേരാത്ത, നോക്കുന്നവന് പ്രത്യേകം കാണുമെന്ന് പറഞ്ഞ വകുപ്പിൽ പെട്ടതാണ് അൽ ബഖൂറു. പുക, ഓത് പോലോത്തത് കത്തിക്കലിനാൽ ഉണ്ടായിത്തീരുന്ന പുക എന്ന് വേണമെങ്കിൽ വെക്കാം. വ ഇൻ കസുറ, അത് എത്ര അധികരിച്ചാലും, വ ലഹറ നഹ്വു രീഹിഹി, അതിന്റെ വാസന പോലോത്തത് പ്രകടമായാലും ശരി. വ ലഹറ നഹ്വു രീഹിഹി, അതിന്റെ വാസന പോലോത്തത് പ്രകടമായാലും, നന്നായി പുകയായാൽ, പുക ചേക്കുന്ന വെള്ളം നമ്മൾ പലപ്പോഴും പറയും, സാധാ പുക ചേക്കുന്ന വെള്ളം നമ്മൾ പറയാറുണ്ടല്ലോ എന്ന് പറഞ്ഞതുപോലെ പുക നന്നായി ചേക്കുന്ന രൂപത്തിലാണെങ്കിൽ പോലും അത് മുജാവിറാണ്. കാരണം പുകയും വെള്ളം ഒരിക്കൽ ലയിച്ചു ചേരൂല. പുകയായി നിൽക്കും, വെള്ളം വെള്ളമായിട്ട് നിൽക്കും. അപ്പൊ ആ നിലക്ക് അതും ആ ലയിച്ചു ചേരാത്ത വസ്തുവിൽപ്പെട്ടതാണ്. അതുകൊണ്ട് പകർച്ചയായാലും കുഴപ്പമില്ല. ഖിലാഫൽ ജംഇൻ, ഇത് പ്രത്യേകം പറയാനുള്ള കാരണം, ഈ പുകയെ പ്രത്യേകം എടുത്തു പറയാനുള്ള കാരണം, ഒരു കൂട്ടം പണ്ഡിതന്മാർ അതിന് മുഖാലിത്തിന്റെ ഹുക്മ് ഖലീത്തിന്റെ സ്ഥാനം നൽകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ പേരിലാണ്. അതുകൊണ്ടാണ് ഖിലാഫൽ ജംഇൻ, ഒരു കൂട്ടം പണ്ഡിതന്മാർക്ക് എതിരഭിപ്രായത്തോടെ, ഖിലാഫൽ ജംഇൻ, ഒരു കൂട്ടം പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുള്ള നിലയിൽ ഈ വിഷയം ഇങ്ങനെ തന്നെയാണ് എന്ന് സൈനുദ്ദീൻ മഖ്ദൂം തീർത്തു പറയുന്നു. വമിൻഹു അൽ ബഖൂറു, അതിൽപ്പെട്ടതാണ് ഉഴുതു പോലത്തെ വസ്തുക്കൾ, കള്ളി പോലത്തെ വസ്തുക്കൾ കത്തിക്കലിനാൽ ഉണ്ടായിത്തീരുന്ന പുക. വ ഇൻ കസൂറ, അതെത്ര അധികരിച്ചതാണെങ്കിലും, വ ലഹറ നഹ്വു രീഹിഹി, അതിന്റെ വാസന പോലത്തത് പ്രകടമാണെങ്കിലും ശരി, വാസന പോലത്തത് പ്രകടമാണെങ്കിലും ശരി, ഖിലാഫൽ ജംഇൻ, ഒരു കൂട്ടം പണ്ഡിതന്മാർക്ക് എതിരായ നിലയിൽ, ഖിലാഫൽ ജംഇൻ, ഒരു കൂട്ടം പണ്ഡിതന്മാർക്ക് എതിരായ നിലയിൽ അവര് പറയുന്നത് ഈ രൂപത്തിലാണ്. ഇതിനെ എന്തയില്ല, ബഖൂർ എന്നതിന്റെ ഒരു മിനിറ്റ് സുഹൃത്തുക്കളെ, വമിൻഹു, അതേപോലെ മുജാവറിൽ പെട്ടത് തന്നെയാണ്. വമിൻഹു, മുജാവറിൽ പെട്ടതാണ്. ഐലൻ, ഇനിയും, മാഉൻ, ഒരു വെള്ളം. മാഉൻ വമിൻഹു, ആ മുജാവറിൽ പെട്ടതാണ് എന്ന് പറഞ്ഞ ലയിച്ചു ചേരാത്ത വസ്തു എന്ന് പറഞ്ഞതിൽ പെട്ടതാണ്. ഐലൻ, ഇനിയും, നേരത്തെ ഒന്ന് പറഞ്ഞതുകൊണ്ട് വീണ്ടും പറയാണ്. മാഉൻ, ഒരു വെള്ളം. എങ്ങനെയുള്ള വെള്ളമാണ്? ഉഗ്ലിയ ഫീഹി നഹ്വു ബുജ്ജിൻ വ തംരിൻ, ആ വെള്ളത്തിൽ കാരക്കയോ ഈത്തപ്പഴോ പോലോത്തത് തിളപ്പിക്കപ്പെട്ടിരിക്കുന്നു. വമിൻഹു, മുജാവറിൽ പെട്ടതാണ്. ഐലൻ, വീണ്ടും, മാഉൻ, ഒരു വെള്ളം. എങ്ങനെയുള്ള വെള്ളം? ഉഗ്ലിയ ഫീഹി, ആ വെള്ളത്തിൽ തിളപ്പിക്കപ്പെട്ടിരിക്കുന്നു. വെള്ളം ചൂടാക്ക, ആ വെള്ളത്തിൽ എന്ത് ചെയ്തു? തിളപ്പിക്കപ്പെട്ടു. ആരെ? നഹ്വു ബുജ്ജിൻ വ തംരിൻ, ഈത്തപ്പഴം ഗോതമ്പ് പോലോത്തതിനെ തിളപ്പിക്കപ്പെട്ടു. അങ്ങനെയുള്ള വെള്ളവും ഏതിൽപ്പെട്ടതാണ്? മുജാവിറിൽപ്പെട്ടതാണ്. എപ്പോൾ? ഹൈസു ലം യോലം, അറിയപ്പെടാത്ത സന്ദർഭത്തിൽ. ഹൈസു ലം യോലം, അറിയപ്പെടാത്ത സന്ദർഭത്തിൽ. എന്ത്? ഇൻഫിസ്വാലു ഐനിൻ ഫീഹി മുഖാലിത്വത്തിൻ, അതിൽ ലയിച്ചു ചേരുന്ന ഒരു വസ്തു വേർപിരിയൽ അറിയപ്പെടാത്ത സന്ദർഭത്തിൽ. ശ്രദ്ധിക്കണേ. ഹൈസു ലം യോലം ഇൻഫിസ്വാലു ഐനിൻ ഫീഹി മുഖാലിത്വത്തിൻ, ലയിച്ചു ചേരാവുന്ന ഒരു വസ്തു വേർപിരിയൽ അറിയപ്പെടാത്ത സന്ദർഭത്തിൽ എന്ന് പറഞ്ഞ തിളപ്പിച്ചിട്ടേ ഉള്ളൂ. ഗോതമ്പിൽ നിന്ന് പ്രത്യേകിച്ചൊന്നും വെള്ളത്തിലേക്ക് ലയിച്ചു ചേർന്നിട്ടില്ല. അതുപോലെ ഈത്തപ്പഴത്തിൽ നിന്നും ഒന്നും ലയിച്ചു ചേർന്നിട്ടില്ല. ആ നിലയിൽ തിളപ്പിച്ച വെള്ളവും വുളൂഇന് പറ്റും. അതേസമയം ലയിച്ചു ചേർന്നാൽ സ്വാഭാവികമായി ഇതിന്റെ പേരൊക്കെ മാറും, ഉറപ്പാണല്ലോ. അതാണ് പറയാൻ പോകുന്നത്. ഉദാഹരണത്തിന് നമ്മളിപ്പോ കറി വെക്കുന്ന ഒരു പരിപ്പ്, അല്ലെങ്കിൽ നമ്മളൊരു ചെറുപയർ നമ്മൾ വെള്ളത്തിലിടാൻ, കറി വെക്കാൻ വേണ്ടി വെള്ളത്തിലിട്ടു. അങ്ങനെ വെള്ളത്തിലിട്ടപ്പോഴാണ് നമുക്ക് തോന്നുന്നത് കറി വെക്കണ്ട ചില്ല. നമ്മൾ എത്തിയിട്ടുണ്ടെങ്കിൽ ചെറുപയറിന്റെ അംശമൊക്കെ നന്നായി വെള്ളവുമായി കൂടിച്ചേരും. അങ്ങനെയാണെങ്കിൽ ആ വെള്ളം പറ്റൂല. അതാണ് പറയാൻ പോകുന്നത്. വമിൻഹു
ഈ ലയിച്ചു ചേരാത്ത മുജാവിർ എന്നതിൽ പെട്ടതാണ് മാഉൻ ഉഗലിയ, തിളപ്പിക്കപ്പെട്ട വെള്ളം. എന്ത് തിളപ്പിക്കപ്പെട്ടു? ഫീഹിൻ, ആ വെള്ളത്തിൽ തിളപ്പിക്കപ്പെട്ടു നെഹവു ബുദ്ദിൻ വ തമ്പിൻ, ഗോതമ്പ് പോലോത്തതും ഈത്തപ്പഴം പോലോത്തതും. ഹൈസു ലം യുഅലം, അറിയപ്പെടാത്ത സന്ദർഭത്തിൽ. ഇൻഫിസാലു ഐനിൻ, ഒരു വസ്തു, ഒരു തടി വേർപിരിയൽ. ഫീഹി, ആ വെള്ളത്തിൽ. മുഖാലിത്വത്തിന്, എങ്ങനെയുള്ള വസ്തു? ലയിച്ചു ചേരുന്ന ഒരു വസ്തു വേർപിരിയൽ അറിയപ്പെടാത്ത സന്ദർഭത്തിൽ. അതെങ്ങനെ അറിയപ്പെടാതിരിക്കുക? വേർപിരിയാതിരിക്കുക. ബി അല്ലം യസ്വിൽ, അത് എത്തിച്ചേരാതിരിക്കൽ കൊണ്ട്. ബി അല്ലം യസ്വിൽ, അത് എത്തിച്ചേരാതിരിക്കൽ കൊണ്ട്. ഇലാ ഹദ്ദിൻ, ഒരു പരിധിയിലേക്ക്. എങ്ങനെയുള്ള പരിധിയാണ്? ഒരു പരിധിയിലേക്ക് എത്തിച്ചേരാതിരിക്കൽ കൊണ്ട്. ബിഹൈസു യഹ്ദുസു ലഹു, അതിനിക്ക് പുതുതാകുന്ന നിലയിൽ. ഇലാ ഹദ്ദിൻ ബിഹൈസു യഹ്ദുസു, ആ നമ്മൾ ഇട്ടതിൽ യഹ്ദുസു എന്ന ഭാഗം കാണുന്നില്ല, ചേർത്ത് കൊടുക്കണം. ഇലാ ഹദ്ദിൻ, ഒരവസ്ഥയിലേക്ക് എത്തുക, ഒരു പരിധിയിലേക്ക് എത്തുക. ഇങ്ങനത്തെ പരിധിയാണ് ബിഹൈസു യഹ്ദുസു ലഹു, അതിനിക്ക് പുതുതാകും. ഇസ്മുൻ ആഖറു, മറ്റൊരു പേര്. അതിന് മറ്റൊരു പേരുണ്ടാകുന്ന രൂപത്തിൽ, മറ്റൊരു പേര് പുതുതാകുന്ന രൂപത്തിലുള്ള പരിധിയിലേക്ക് എത്തിച്ചേരാതിരിക്കുക. അതാണ് ഞാൻ പറഞ്ഞത്. ചെറുപയർ കറിയാവാൻ വേണ്ടി നമ്മൾ ചെറുപയർ വെള്ളത്തിലിട്ടു, വെള്ളം കുറെ രൂപത്തിൽ പതച്ചു, വെള്ളം എടുത്തു നോക്കുമ്പോൾ കൂടുതലൊന്നും ആയിട്ടില്ല എന്ന് പറഞ്ഞാൽ വെള്ളം വേണ്ട പോലെ ചെറുപയർ ആയിട്ടില്ല. എന്നാൽ ചെറുപയർ കറി ആയിട്ടുണ്ടെങ്കിൽ പിന്നെ ആ വെള്ളം എന്തിനു പറ്റൂല? ശുദ്ധീകരണത്തിന് പറ്റൂല, കാരണം അത് പേര് മാറിപ്പോയി. ബിഹൈസില, അപ്പൊ ആ നിലയിൽ എത്താതെ ഒന്നും കൂടുതലൊന്നും വേറെ വരിക, അല്പം കുറച്ചു നേരം ഇത് ചൂടായി എന്നല്ലാതെ വേറൊന്നും സംഭവിച്ചിട്ടില്ല, അതിൽ നിന്നൊരു വസ്തുവും ഇതിലേക്ക് കടന്നുപോയിട്ടില്ല എങ്കിൽ ആ വെള്ളത്തെ സംബന്ധിച്ചോളം വുളൂഇന് പറ്റും. അതേസമയം മറ്റൊരു പേര് ലഭിക്കുന്ന രൂപത്തിൽ നന്നായി വെന്തിട്ടുണ്ട്, നന്നായി വേവായിട്ടുണ്ട് എങ്കിൽ പറ്റുകയും ഇല്ല. അതാണ് ബി അല്ലം. എങ്ങനെയാണ് വസ്തു, ഒരു വസ്തു ഇതിലേക്ക് ചേർന്നോ ഇല്ലെന്ന് തിരിയൽ. ബി അല്ലം യസ്വിൽ, അത് എത്തിച്ചേരാതിരിക്കൽ കൊണ്ട്. ഇലാ ഹദ്ദിൻ, ഒരു പരിധിയിലേക്ക്. ബിഹൈസു, ഒരു സ്ഥിതിയിലുള്ള പരിധി. എന്നാണ് സ്ഥിതി? യഹ്ദുസു ലഹു, ആ വെള്ളത്തിനിക്ക് പുതുതാകും. ഇസ്മുൻ ആഖറു, മറ്റൊരു പേര്. ഏതുപോലെ? കൽ മരിക്കത്തി, കറി പോലെ. അങ്ങനെയാണല്ലോ നമ്മളിത് രൂപത്തിൽ പാകം ചെയ്ത് പിന്നെ അതിന്റെ പേരാണ് കറി. ആദ്യം നല്ല വെള്ളവും അതുപോലെ മുജാവിറായ വസ്തുവായ ഒരു ചെറുപയറുമായിരുന്നു. ഈ ചെറുപയർ നന്നായി അതിൽ സമ്മിശ്രമായപ്പോൾ ലയിച്ചു ചേരുകയും പിന്നീട് അതിന് മറ്റൊരു പേര് ഉത്ഭവിക്കുകയും ചെയ്തു. ആ നിലയിൽ എത്തിയില്ലെങ്കിൽ തിളപ്പിക്കപ്പെട്ട വെള്ളവും ഏതിൽ പെടുന്നതാണ്? ഈ രൂപത്തിൽ മുജാവറിൽ പെടുന്നതാണ്. അപ്പം പിന്നെയുള്ള ഒരു വിഷയം, വലൗ ശക്ക, ഒരാൾ സംശയിച്ചാൽ. വലൗ ശക്ക, ഒരാൾ സംശയിച്ചാൽ. ഫീ ഷൈഇൻ, ഒരു വസ്തുവിൽ സംശയിച്ചാൽ. എന്താ സംശയിച്ചത്? ആ മുഖാലിത്തുൻ ഹുവ അം മുജാവിർ, ഇത് കൂടിച്ചേരുന്ന വസ്തുവാണോ അല്ല കൂടിച്ചേരാത്ത വസ്തുവാണോ എന്ന് സംശയിച്ചാൽ. ചില വസ്തുക്കൾ അങ്ങനെ ചില സംശയങ്ങൾ വരും. ഇത് ലയിച്ചേരുന്ന വസ്തു തന്നെയാണോ അല്ല ലയിച്ചേരാത്ത വസ്തുവാണോ എന്ന് സംശയിച്ചാൽ ലഹു, അതിനിക്കുണ്ട് ഹുക്കുമുൽ മുജാവിരി, മുജാവിറിന്റെ സ്ഥാനമുണ്ട്, മുജാവിറിന്റെ വിധിയുണ്ട് എന്ന് പറഞ്ഞാൽ അതിന് മുജാവിറായി കണക്കാക്കപ്പെടും. വെള്ളം പകർച്ചയില്ലാൻ തീരുമാനിക്കാപ്പോ മനസ്സിലായേ? വലോ ശക്ക, ഒരാൾ സംശയിച്ചാൽ. ലയിച്ച് ചേർന്നിട്ട് സംശയിക്കാനല്ല, പൊതുവെ ഇങ്ങനെയൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇത് മുജാവിർ ആണോ അല്ലേ എന്നുള്ള ചെറിയ സംശയം കടന്നു വരും. അങ്ങനെ വന്നാൽ അവിടെ തീരുമാനിക്കാം അത് മുജാവിർ ആണ്, അതുകൊണ്ട് പ്രശ്നമില്ല എന്ന് വരും. വലോ ശക്ക, ഒരാൾ സംശയിച്ചാൽ. ഫി ഷൈഇൻ, ഒരു വസ്തുവിൽ. ആ മുഖാലിത്തുൻ ഹുവ അം മുജാവിറുൻ, ഇത് ലയിച്ചു ചേരുന്ന ഖലീത്താണോ അല്ല ലയിച്ചു ചേരാത്ത മുജാവിറാണോ എന്ന് സംശയിച്ചാൽ ലഹു ഹുക്കുമുൽ മുജാവിരി, അതിന് മുജാവിറിന്റെ ഹുക്കുമുണ്ട്. മുജാവിറിന്റെ ഹുക്കുമുണ്ട് എന്ന് പറഞ്ഞാൽ മുജാവിർ കൊണ്ട് പകർച്ചയായ പ്രശ്നമില്ല. ഇനി അപ്പൊ ഖലീത്ത് എന്ന് പറഞ്ഞതിന്റെ വിരുദ്ധമായ മറ്റൊന്നാണ് പറഞ്ഞത്. ഇനി വബിഖൗലി, മഹാനവറുകൾ 3 നിബന്ധനകളാണ് ആദ്യം പറഞ്ഞത്. ലയിച്ചു ചേരുന്ന വസ്തുവാവണം, അതുകൊണ്ട് പകർച്ചയായാൽ പ്രശ്നമാണ്. അതോടൊപ്പം രണ്ടാമത് പറഞ്ഞു ത്വാഹിർ ആവണം, ത്വാഹിറായ വസ്തു കൊണ്ട് ത്വാഹിറായ ലയിച്ചു ചേരുന്ന വസ്തുവാവണം. നജസായ ലയിച്ചു ചേരുന്ന വസ്തുവാണെങ്കിൽ മറ്റൊരു നിയമമാണ്. അതോടൊപ്പം മൂന്നാമത്തേതായ ഒന്ന് എന്ത്? വെള്ളത്തെ തൊട്ട് ഐശ്വര്യമായ ഒന്നാണെന്ന് പറഞ്ഞാൽ വെള്ളവുമായി എപ്പോഴും കൂടെ കിടക്കുന്ന ആളാവരുത്, വെള്ളവുമായി അകന്നു നിൽക്കുന്ന ആളാവണം. അപ്പൊ വബിഖൗലി, ഇനി വെള്ളവുമായി അടുത്ത് നിൽക്കുന്ന ആളാണെങ്കിൽ എപ്പോഴും വെള്ളത്തിന്റെ കൂടെ ഉണ്ടാവുന്ന, വെള്ളവുമായി കൂടുതൽ
ബന്ധപ്പെട്ടു പോകുന്ന ഒരാളാണെങ്കിലോ അത് നമ്മൾ പറയണം വബിഖൗലി ഗനിയ അൻഹു, ഗനിയ അൻഹു എന്ന എന്റെ വാക്ക് കൊണ്ട് സൂക്ഷിച്ചു, പുറത്തുപോയി. വബിഖൗലി ഗനിയ അൻഹു, വെള്ളത്തിനെ തൊട്ട് ഐശ്വര്യമായ ഒന്ന് എന്ന എന്റെ വാക്ക് കൊണ്ട് സൂക്ഷിച്ചു, പുറത്തുപോയി. മാ, ഒന്ന് പുറത്തുപോയി. ലാ യുസ്തഗ്ന, ലാ യസ്തഗ്നി അൻഹു, ആ വെള്ളം ആ വസ്തുവിനെ തൊട്ട് ഐശ്വര്യമല്ല എന്ന് പറഞ്ഞാൽ വെള്ളവുമായി എപ്പോഴും കൂടെ ഉണ്ടാവുന്ന ആളാണ്, വെള്ളത്തിന് അങ്ങനെ മാറ്റി നിർത്താൻ കഴിയാത്ത ആളാണ്. മാ ഒന്ന്, ലാ യസ്തഗ്നി, ആ വെള്ളം ഐശ്വര്യമാവുകയില്ല, അൻഹു ആ ഒന്നിനെയും തൊട്ട്. എന്നാൽ വെള്ളത്തിന്റെ കൂടെ നിൽക്കുന്ന ചങ്ങാതിയാണ്, അങ്ങനത്തെ വസ്തു കൊണ്ടാണ് പകർച്ച എങ്കിൽ മറ്റൊരു നിയമമാണ്. നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ സൂപ്പർ വെയിറ്റോ പഞ്ചസാരയോ വെള്ളവുമായി കൂടെ നിൽക്കുന്ന ആളല്ല. അതേസമയം വെള്ളവുമായി കൂടെ നിൽക്കുന്ന ഒരു വസ്തുവിനോണ്ടാണ് ലയിച്ച് പകർച്ചയായതെങ്കിൽ അതിന് മറ്റൊരു നിയമമാണ്. അതാ പറയാൻ പോകുന്നത്. ഏതുപോലെ കമാഫി മഖദ്ദിഹി വ മമദ്ദിഹി, വെള്ളം നടക്കുന്ന സ്ഥലത്തും വെള്ളം നിലകൊള്ളുന്ന സ്ഥലത്തും ഉള്ളതുപോലെ, വെള്ളം നിലകൊള്ളുന്ന സ്ഥലത്തും വെള്ളം നടക്കുന്ന സ്ഥലത്തുമുള്ള ഒന്നുപോലെ. ഉദാഹരണത്തിന് മണ്ണെന്നെ, അത് അല്ലെങ്കിൽ ചില നമ്മുടെ കുളങ്ങളിലും മറ്റൊക്കെ നന്നായി കുളച്ചണ്ടി ഉണ്ടാകും. അതുപോലെ ചില സ്ഥലങ്ങളിൽ ഗന്ധകം മണക്കുന്ന ഭൂമി ഉണ്ടാകും. ഇത്തരം സ്ഥലങ്ങളിലൊക്കെ അതുകൊണ്ട് പകർച്ചയുണ്ടായാൽ പ്രശ്നമില്ല, കാരണം അത് ലയിച്ചു ചേരുന്ന വസ്തുവാണ്. നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നത് മണ്ണ്. ഉദാഹരണത്തിന് ഇപ്പൊ മഴ പെയ്യുമ്പോ നമ്മുടെ ചെറിയ ചെറിയ തോടുകളും കുളങ്ങളൊക്കെ എന്ത് ചെയ്യും, നന്നായി കലങ്ങി മറിയും. അപ്പൊ സ്വാഭാവികമായിട്ട് ആ വെള്ളത്തിന് കലക്കും വെള്ളം എന്ന് പറയും. എന്നാൽ പോലും ആ വെള്ളത്തിന് എന്ത് കുഴപ്പമില്ല, വുളൂ ചെയ്യുന്നതിന് കുഴപ്പമില്ല. എന്തുകൊണ്ട്? അത് നിലകൊള്ളുന്ന സ്ഥലത്തെയും നടക്കുന്ന സ്ഥലത്തെയും ഉള്ള പകർച്ചയാണ്, അല്ലെ? നിലകൊള്ളുന്ന സ്ഥലത്തെയും നടക്കുന്ന സ്ഥലത്തുമുള്ള പകർച്ചയാണ്. ഏതോ സുഹൃത്ത് ചോദിച്ചു തോന്നുന്നു, നമ്മളിപ്പോ നമ്മുടെ വീട്ടിലെ ടാങ്കിൽ സ്വാഭാവികമായിട്ടും മറ്റു വസ്തുക്കളൊക്കെയും ചേർന്ന് വരികയും അങ്ങനെ വെള്ളത്തിന്റെ കൂടെയായി ചിലപ്പോൾ വെള്ളത്തിന് ചെറിയ അതിന്റെ ചൊയക്ക് കിട്ടും. അതുപോലെ പൈപ്പ് നന്ന പഴകിക്കുമ്പോൾ ചിലപ്പോ തുരുമ്പിന്റെ വാസനയൊക്കെ ഉണ്ടാവും. അതൊക്കെ സ്വാഭാവികമായും വെള്ളം നിലകൊള്ളുന്ന സ്ഥലത്തെയും നടക്കുന്ന സ്ഥലത്തെയുമുള്ള പ്രശ്നങ്ങളാണ്. ആ പ്രശ്നം സത്യത്തിൽ വെള്ളത്തിൽ നമുക്ക് മാറ്റി നിർത്താൻ പറ്റാത്ത ഒന്നാണ്. അപ്പൊ അതുകൊണ്ട് പ്രശ്നം ഇല്ലാന്ന് വരും. വബിഖൗലി ഗനിയ അൻഹു, വെള്ളത്തു തൊട്ട് മാറി നിൽക്കുന്ന ഐശ്വര്യമാകുന്ന വസ്തു എന്നതുകൊണ്ട് പുറത്തുപോയി. മാ ഒന്ന്, ലാ യസ്തഗ്നി, വെള്ളം ഐശ്വര്യമാവുകയില്ല, അൻഹു ആ വസ്തുവിനെ തൊട്ട്. എന്ന് പറഞ്ഞാൽ വെള്ളം നിൽക്കാൻ ഒരു സ്ഥലം വേണം. അപ്പൊ ആ സ്ഥലത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്നതിന്റെ പേരിൽ വെള്ളത്തെ മോശാക്കാൻ കഴിയില്ല. കമാഫി മഖദ്ദിഹി, വെള്ളം നിലകൊള്ളുന്ന സ്ഥലത്തുള്ള ഒന്നുപോലെ. വ മമദ്ദിഹി, വെള്ളം നടക്കുന്ന സ്ഥലം, വെള്ളം ഒഴുകുന്ന സ്ഥലത്തുള്ള ഒന്നുപോലെ. മഖർ എന്ന് പറഞ്ഞാൽ നിലകൊള്ളുന്ന സ്ഥലം, മമർ എന്ന് പറഞ്ഞാൽ നടക്കുന്ന സ്ഥലം. മിൻ നഹ്വി ത്വീനിൻ, കളിമണ്ണ് പോലോത്തതിനാൽ. കളിമണ്ണൊക്കെ ഉണ്ടാകും, നന്നായി പകർച്ച അനുഭവപ്പെടും. വത്തുഹ്ലബിൻ എന്നും വത്തുഹ്ലുബിൻ എന്നും വായിക്കും. വത്തുഹ്ലുബിൻ ഏറ്റവും നല്ലത് അങ്ങനെയാണ്. വത്തുഹ്ലുബിൻ, കുളച്ചണ്ടി പോലെ. കുളച്ചണ്ടി ഉണ്ടായതുകൊണ്ട് കുഴപ്പമില്ല. എങ്ങനെയുള്ള കുളച്ചണ്ടി? മുഫത്തത്തിൻ, അവിടെ ഉണ്ടല്ലോ അല്ലെ. വത്തുഹ്ലബിൻ മുത്തഫത്തിൻ, ഉടഞ്ഞു ചേർന്ന, ലയിച്ചു ചേർന്ന കുളച്ചണ്ടി. നന്നായി പച്ചയായിട്ട് വെള്ളം അനുഭവപ്പെടും. വെറും കുളച്ചണ്ടി ഉണ്ടായതുകൊണ്ട് പച്ച തോന്നേയുള്ളൂ. കുളച്ചണ്ടി എന്ത് ചെയ്യും? നന്നായി ലയിച്ച് ഉടഞ്ഞു ചേർന്നാൽ വെള്ളത്തിന് നന്നായി നിറമൊക്കെ മാറും. അങ്ങനെ മാറിയാലും കുഴപ്പമില്ല. വത്തുഹ്ലുബിൻ മുത്തഫത്തിൻ, ലയിച്ചു ചേർന്ന ഉടഞ്ഞു ചേർന്ന കുളച്ചണ്ടി പോലാത്തതിനാൽ. വക്കിബിരീത്തിൻ, ഗന്ധകം പോലാത്തതിനാൽ. ഇത്തരം വസ്തുക്കളെ കൊണ്ട് പകർച്ചയായാൽ കുഴപ്പമില്ല. എന്തുകൊണ്ടെന്നാൽ അത് വെള്ളവുമായി സമരസപ്പെട്ടു പോകുന്ന വസ്തുവാണ്. വെള്ളവുമായി എപ്പോഴും കൂടെ നടക്കുന്ന ആളാണ്. അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല? അതിന്റെ പേരിൽ, പകർച്ചയായതിന്റെ പേരിൽ വെള്ളം ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അതാണ് കാരണം. അപ്പൊ ആ നിലയിൽ ആ വെള്ളത്തിന് പ്രശ്നം വരുന്നില്ല. അതുപോലെ തന്നെ വക്കത്തഗയ്യുരി, പകർച്ചയാവുന്നത് പോലെ. ബിത്തൂലിൽ മുക്സി, താമസം വർദ്ധിക്കൽ കൊണ്ട്. കുറെ കാലം നമ്മളൊരു ബക്കറ്റിൽ വെള്ളം വെച്ചാൽ, ഒരു 4 ദിവസം വെച്ചാൽ മതി, ഉപയോഗിക്കാതെ 4 ദിവസം വെള്ളം വെച്ചാൽ വെള്ളത്തിന് എന്തോ ഒരു പ്രത്യേകമായി മാറ്റം കാണും. അതിന്റെ പേരിൽ ആ വെള്ളം ഉപയോഗിക്കാൻ പറ്റാണ്ടിരിക്കോ? ഇല്ല, കുഴപ്പമില്ല. കാരണം അത് നമ്മളൊന്നും ചെയ്തതല്ല, മുസ്തഗനിൻ അൻഹുവാൻ, അത് അതിനെ തൊട്ട് ഉണ്ടാവുന്ന ഒരു വസ്തുവാണ്. വക്കത്തഗയ്യുരി ബിത്തൂലിൽ മക്സി, കാലതാമസം കൊണ്ട്, താമസം ദീർഘമാവൽ കൊണ്ടുള്ള പകർച്ച പോലെ. അതുപോലെ ഔ ബി ഔറാഖിൻ മുതനാസിറത്തിൻ ബിനഫ്സിഹ, ഇന്നലെ നമ്മൾ പറഞ്ഞു, നമ്മൾ ഒരു വൃക്ഷത്തിന്റെയോ പുഴയുടെയോ അല്ലെങ്കിൽ വെള്ളത്തിന്റെയോ സമീപത്തുള്ള ഒരു ഇല പോയി പറിച്ചിട്ട കുഴപ്പമാണ്. എന്നാൽ ഔ ബി ഔറാഖിൻ മുതനാസിറത്തിൻ ബിനഫ്സിഹ, സ്വയം കൊഴിഞ്ഞു വീണ ഇലകളെ കൊണ്ട് പകർച്ചയായതുപോലെ.
സ്വയം കൊഴിഞ്ഞു വീണ ഇലകളെ കൊണ്ട് പകർച്ചയായതുപോലെ വഇൻ തഫത്തതത്, അത് അതിൽ ലയിച്ചു ചേർന്നാലും ശരി. അപ്പൊ സ്വന്തമായി ഒരു ഇല വീഴുകയും നദി, ചെറിയ പുഴയുടെയോ തോട്ടിന്റെയോ സമീപത്ത് വലിയൊരു വൃക്ഷമുണ്ട്, ആ വൃക്ഷത്തിൽ നിന്ന് പോയി ഇലകൾ ഇങ്ങനെ വീണ് ഇലകളാകെ വളരെ ഉടഞ്ഞു ചേർന്ന് വെള്ളത്തിന് ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. മരം വെള്ളത്തിനെ തൊട്ട് ദൂരത്താണെങ്കിലും ശരി, മരം സ്വാഭാവികം വെള്ളത്തിൽ തന്നെ ആവണമെന്നൊന്നുമില്ല, വെള്ളത്തിന്റെ സമീപത്തായാൽ മതിയല്ലോ, നമ്മൾ ഇടരുതെന്ന് മാത്രം. കിൺമാറ്റോ അബൂ സഫീദ കിണറ്റിലോന്നായിരിക്കും അല്ലെ, അതും ഒരുപോലെ തന്നെ കിണറ്റിലോന്നായിരിക്കൂലേ അബൂ സഫീദ, കിണറ്റിലോന്നായിരിക്കൂലേ. സ്വയം വീണ് കിണറ്റിന്റെ അടുത്തുള്ള ഒരു മരത്തിൽ നിന്ന് വെള്ളം ഈ നിലകൾ വീണു, അങ്ങനെ കിണറിലെ വെള്ളത്തിന് ചെറിയ നിറം മാറ്റം അല്ലെങ്കിൽ രുചിമാറ്റം കുഴപ്പമില്ല എന്ന് തന്നെയാ പറയുന്നത്. അതാണ് ഔബി ഔറാഖിം. പക്ഷെ നമ്മൾ ഇട്ടതാവരുത്, ഇട്ടതാൽ കുഴപ്പമാണ് ഇന്നലെ പറഞ്ഞു. ഔബി ഔറാഖിം മുതനാസിറത്തിൻ ബിനഫ്സിഹ, സ്വയം കൊഴിഞ്ഞു വീണ ഇലകളെ കൊണ്ട് പകർച്ചയായതുപോലെ. വഇൻ തഫത്തതത്, അതതിൽ ഉടഞ്ഞു ചേർന്നാലും. വബൗദത്തി ശജറത്തു അനിൽ മാഇ, മരം വെള്ളത്തെ തൊട്ട് ദൂരത്താണെങ്കിലും ശരി, സ്വയം കൊഴിഞ്ഞു വീണമെങ്കിൽ ഒരകൽച്ചുണ്ടല്ലോ, വെള്ളത്തിൽ തന്നെ ആവണമെന്നൊന്നുമില്ല, വെള്ളത്തിൽ തന്നെ ആവണമെന്നൊന്നും ഇല്ല എന്നർത്ഥം. മനസ്സിലായിരിക്കും. അപ്പോ 2-3 നിബന്ധനകളോടുകൂടിയാണ് നമ്മൾ പറഞ്ഞ പകർച്ച പ്രശ്നം. സ്വാഹിറായ മുത്തലക്കായ വെള്ളത്തിലേക്ക് വെള്ളത്തെ തൊട്ട് മാറി നിൽക്കാൻ സൗകര്യപ്പെടുന്ന, അതാണ് ഗനി അൻഹു, വെള്ളത്തെ തൊട്ട് മാറി നിൽക്കാൻ സൗകര്യപ്പെടുന്ന, ലയിച്ചു ചേരുന്ന ത്വാഹിറായ വസ്തു കൊണ്ട് അധികരിച്ച പകർച്ചയായാൽ ആ വെള്ളം ശുദ്ധീകരണത്തിന് പറ്റില്ല. അല്ലെ, ഇതല്ലേ ഇതിന്റെ മൊത്തത്തിൽ ആകത്തുകയുള്ള നിയമം. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ ഓരോന്നിനും എതിരുണ്ട്. അല്പമേ പകർച്ചയായുള്ളൂ എങ്കിൽ കുഴപ്പമില്ല. വസ്തു ലയിച്ചു ചേരുന്ന വസ്തുവല്ലേ എങ്കിലും പ്രശ്നമില്ല. വസ്തു വെള്ളത്തിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റിയ വസ്തുവല്ലേ എന്നാലും പറ്റില്ല, എന്നാലും കുഴപ്പമില്ല. ഇനി നജസാണെങ്കിലോ, ഇനി അതാണ് എടുത്തു വരാത്ത മറ്റൊരു വിഷയം. നേരത്തെ പറഞ്ഞ 4 ഉപാധികൾ അത് പ്രത്യേകം മനസ്സിലാക്കണം. ഒന്ന് ഖലീത്ത്, ഒന്ന് തഗയ്യുറൻ കസീറൻ, അധികരിച്ച പകർച്ച, അല്ലെ സുഹൃത്തുക്കളെ, ഒന്ന് അധികരിച്ച പകർച്ച, 2 ലയിച്ചു ചേരുന്ന വസ്തു, 3 ത്വാഹിറായ വസ്തു, 4 വനി അൻഹു വെള്ളത്തെ തൊട്ട് അകലുന്ന വസ്തു, വെള്ളത്തൊട്ട് മാറി നിൽക്കാൻ സൗകര്യപ്പെടുന്ന വസ്തു എന്ന് പറഞ്ഞാൽ വെള്ളമായിട്ട് കൂടുതൽ ഒത്തു നടക്കുന്ന ആളല്ല എന്നർത്ഥം. ഈ 4 നിബന്ധനകളോടുകൂടി അധികരിച്ച പകർച്ചയാവണം. അധികരിച്ച പകർച്ചയായില്ല, അല്പം പകർച്ചയായുള്ളൂ, എന്നാൽ വെള്ളത്തിന് കുഴപ്പമില്ല. ഒരു ബക്കറ്റ് വെള്ളത്തിലേക്ക് അല്പം പഞ്ചസാര വീണു, പഞ്ചസാര അവിടെ ലയിച്ചു ചേർന്നു, കാര്യപ്രസക്തമായ രുചിയൊന്നും ഉണ്ടായിട്ടില്ല, എന്നാൽ ആ വെള്ളത്തിന് കുഴപ്പമില്ല. അതോടൊപ്പം രണ്ടാമത്തത് ത്വാഹിറായ വസ്തു, ലയിച്ചു ചേരുന്ന വസ്തുവാവണം. ലയിച്ചു ചേരാത്ത ഏതെങ്കിലും നല്ല ഊതോ മറ്റോ വെള്ളത്തിലേക്ക് ഇട്ടു, ഒരു ബക്കറ്റ് വെള്ളത്തിലേക്ക് നല്ല 1-ാം നമ്പർ മണമുള്ള ഊത് നമ്മൾ ഇട്ടു. ഊത് ഇട്ടാൽ അല്പനേരം കൊണ്ട് വെള്ളത്തിന് അല്പം വാസന ലഭിക്കും. ആ വാസന കൊണ്ട് കുഴപ്പമില്ല, കാരണം അതിലൊന്നും ലയിച്ചു ചേരുന്നില്ല, അത് അയൽപക്ക ബന്ധം കൊണ്ടുണ്ടായിത്തീരുന്ന വാസനയാണ്. ചാരിയാൽ ചാരിത് മണക്കുന്ന് പറഞ്ഞതുപോലെ ആ ഒരു വാസനയാണ്. 2. പിന്നെ പറഞ്ഞത് ശുദ്ധിയുള്ള വസ്തുവാവണം. ഇനി നജസാണെങ്കിലോ അതിനെക്കുറിച്ചുള്ള നിയമം പറഞ്ഞില്ല. നജസാകുമ്പോൾ അധികരിച്ച പകർച്ചയാവണോ വേണ്ടേ എന്ന് ഇൻഷാ അല്ലാഹ് അടുത്ത ഭാഗം നേരെ വരും. 4 വെള്ളത്തൊട്ട് മാറി നിൽക്കാൻ പറ്റിയതാവണം. അത് മാറി നിൽക്കാൻ പറ്റാത്ത, വെള്ളം നടക്കുന്ന സ്ഥലത്തുള്ള മണ്ണ്, കുളച്ചണ്ടി, അതുപോലെ അതിന്റെ സമീപത്തുള്ള ഇലകളിൽ നിന്ന് കൊഴിഞ്ഞു വീണുന്ന, സമീപത്തുള്ള വൃക്ഷങ്ങളിൽ നിന്നൊക്കെ കൊഴിഞ്ഞു വീണുന്ന ഇല, ഇതുപോലുള്ളതുകൊണ്ട് പറിച്ചാലോ അതും കുഴപ്പമില്ല. ഇതാണ് നമ്മൾ ഇത്ര നേരവും പറഞ്ഞത്. ഇനി ഔബിനജസിൻ, മനസ്സിലാക്കണേ. അപ്പൊ ഇനി പറയാൻ പോകുന്നത് ഇത്രയും പറഞ്ഞ ത്വാഹിറായ ലയിച്ചു ചേരുന്ന വസ്തുവാണ്. ഇനി ഔബിനജസിൻ, നജസ് കൊണ്ട് പകർച്ചയാവാത്തതുമായ വെള്ളം, നജസ് കൊണ്ട് പകർച്ചയാവാത്തതുമായ വെള്ളം, നജസ് കൊണ്ട് പകർച്ചയാവാത്തതുമായ വെള്ളം, അവിടെ എന്തു വേണ്ട? അധികരിച്ച പകർച്ച എന്നത് വേണ്ട. നജസ് കൊണ്ട് പകർച്ചയാവാത്ത വെള്ളം, വഇൻ കല്ലത്ത് തഗയ്യുറു, പകർച്ച എത്ര കുറവാണെങ്കിലും ശരി, വഇൻ കല്ലത്ത് തഗയ്യുറു, കണ്ടില്ലേ, നജസ് കൊണ്ട് പകർച്ചയാവാത്ത വെള്ളമാവണം. വഇൻ കല്ലത്ത് തഗയ്യുറു, പകർച്ച എത്ര കുറവാണെങ്കിലും. വലൗ കാനൽ മാഉ കസീറൻ, വെള്ളം എത്ര അധികരിച്ചതാണെങ്കിലും, വെള്ളം കുറേയുണ്ട് പക്ഷേ ഈ വെള്ളത്തിന് പകർച്ച വന്നിട്ടുണ്ട് എങ്കിൽ പിന്നെ
എങ്കിൽ പിന്നെ പകർച്ചയായല്ലോ, ഉപയോഗിക്കാൻ പറ്റൂല. വെള്ളം 2 കൊല്ലത്തുണ്ട് എന്നാലും കുഴപ്പമാണ്. വെള്ളം പകർച്ചയായോ കുഴപ്പമില്ല. വെള്ളം പകർച്ചയായോ അത് 2 കൊല്ലത്തുള്ളതാണെങ്കിലും അല്ലാത്തതാണെങ്കിലും പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റാത്തതാണ്. വലൗകാനൽ മാഉ, വെള്ളമാണെങ്കിലും ശരി, കസീറൻ, അധികരിച്ചതാണെങ്കിലും. കസീർ എന്ന് പറഞ്ഞാൽ ഇവിടെ വെള്ളം അധികരിച്ചെന്നൊക്കെ പറഞ്ഞാൽ ഐ കുല്ലത്തൈനി, 2 കൊല്ലത്തുള്ളതാണെങ്കിലും, ഔ അക്സറ, അല്ലെങ്കിൽ 2 കൊല്ലത്തിനേക്കാൾ അധികരിച്ചതാണെങ്കിലും, ഫി സൂറത്തൈ തഗയ്യുരി ബിത്വാഹിരി വന്നജസി, ത്വാഹിർ കൊണ്ടും നജസ് കൊണ്ടും പകർച്ചയാകുന്ന 2 രൂപത്തിലും ഇത് ബാധകമാണ്. ത്വാഹിർ കൊണ്ട് പകർച്ചയാണെങ്കിലും 2 കൊല്ലത്തുണ്ടെങ്കിലും സൈമാണ്, ഇല്ലെങ്കിലും സൈമാണ്. നജസ് കൊണ്ട് പകർച്ചയാകുന്നിടത്തും 2 കൊല്ലത്തുണ്ടെങ്കിലും സൈമാണ്. ഈ നജസ് കൊണ്ട് പകർച്ചയാവണോ വേണ്ടേ എന്നുകൂടി ഇൻഷാ അല്ലാഹ് മറ്റൊരു ഭാഗം വരും. നജസ് ഒരു വെള്ളത്തിലേക്ക് വീണാൽ തന്നെ നജസാകുമോ ഇല്ലേ എന്ന ചർച്ച കൂടി നമുക്ക് കടന്നു വരാണ്ടത്രേ. അതേസമയം പകർച്ചയായാൽ പിന്നെ വെള്ളം ഉണ്ടോ, 2 കൊല്ലത്തുണ്ടോ ഇല്ലേ എന്നൊന്നും നോക്കണ്ട. 2 കൊല്ലത്തുണ്ടെങ്കിൽ പോലും പകർച്ചയായാൽ ആ വെള്ളം ഉപയോഗിക്കാൻ പറ്റൂല. അധികരിച്ച പകർച്ചയാ ത്വാഹിറായ വസ്തു കൊണ്ടാണെങ്കിൽ അധികരിച്ച പകർച്ചയായാൽ മാത്രമേ പ്രശ്നമുള്ളൂ. നജസ് കൊണ്ടാണെങ്കിൽ അധികമൊന്നും പകർച്ചയാവണ്ട, ചെറിയ പകർച്ചയുണ്ടെങ്കിലും പ്രശ്നമാണ്. പകർച്ച എന്ന് പറഞ്ഞാൽ നിറമോ രുചിയോ മാറുക എന്നതുമാണ്, മനസ്സിലാക്കുക. ഇനി 2 കൊല്ലത്ത് കുറവ് കൂടുതൽ നേരത്തെ പറയുന്നുണ്ട്. വെള്ളം കൂടുതൽ വെള്ളം കുറവ്, അത് വൽ കുല്ലത്താനി. 2 കുല്ലത്ത് എന്ന് പറയുന്നത് ബിൽ വസ്നി, തൂക്കം കൊണ്ട് 2 കുല്ലത്ത് തീരുമാനിക്കാൻ 500 റിത്തിലിൻ ബഗ്ദാദിയിൻ തഖരീബൻ. 500 റിത്തിലിൻ 500 റിത്തിലാണ് ബഗ്ദാദിയായ 500 റിത്തില്. ലിറ്റർ അല്ല, നമ്മുടെ നാട്ടിലെ റിത്തിലൊന്നല്ല, ബഗ്ദാദിലുള്ള ഒരു കണക്കാണ് റിത്തിൽ എന്നുള്ളത്. നമ്മുടെ നാട്ടിൽ ലിറ്റർ, കിലോഗ്രാം ഒക്കെ ഉപയോഗിക്കുന്നത് പോലെ അവിടെയുള്ളൊരു തൂക്കമാണ് റിത്തില്. അപ്പം ബഗ്ദാദിയായ 500 റാത്തൽ അല്ലെങ്കിൽ 500 റിത്തിൽ, ഇതിനാണ് 2 കൊല്ലത്ത് എന്ന് പറയാ തഖരീബൻ, ഏകദേശം എന്ന് പറഞ്ഞാൽ കറക്റ്റ് 500 ഒന്നും വേണമെന്നില്ല, അല്പം 1 2 കുറഞ്ഞാൽ കുഴപ്പമില്ല. ഇത് നമുക്ക് മനസ്സിലാകൂല അല്ലെ, കാരണം നമ്മൾ ബഗ്ദാദിക്കാരല്ല അല്ലെ. പക്ഷെ ബഗ്ദാദിൽ റിത്തലിനെ കുറിച്ച് പഠിച്ചവർ നമുക്ക് കൃത്യമായി വിഷയങ്ങൾ പറഞ്ഞു തരുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുമെന്ന് മാത്രം. ഈ വിഷയം നേർക്ക് നേരെ നമുക്ക് ബോധ്യപ്പെടൂല. അതേസമയത്ത് ഒരു ബഗ്ദാദിയായ ഒരുത്തിന് ഈ റിത്തിൽ തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നുവെങ്കിൽ, എനിക്ക് പരിചയമില്ല, ബഗ്ദാദിൽ നിന്നോ മറ്റോ എന്റെ ക്ലാസ് കേൾക്കുന്ന സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതുമായി ബന്ധമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിപ്പോഴും നിലനിൽക്കുന്നുണ്ട്, ഇത്ര തന്നെ കറക്റ്റ് ആണെന്ന് പറയുകയാണെങ്കിൽ ഒന്നുകൂടി നന്നാവും. ആരെങ്കിലും ഉണ്ടോ സുഹൃത്തുക്കൾ അതുമായി കൂടുതൽ ബന്ധമുള്ള ഈ റിത്തിൽ എന്നിങ്ങനെ ബഗ്ദാദിലോ മറ്റോ പരിസരത്ത് ഇതുമായി ബന്ധമുള്ള ആരെങ്കിലും ഉണ്ടോ കൂട്ടത്തില്? ഉണ്ടെങ്കിൽ ഒന്ന് അറിയിച്ചാൽ നന്നാവും, കുറച്ചും കൂടി ഒന്നും കൂടി നമുക്ക് ക്ലിയർ ചെയ്യാലോ. വൽ കുല്ലത്താനി ബിൽ വസ്നി, തൂക്കം കൊണ്ട് 2 കുല്ലത്ത് എന്ന് പറയുന്നത് 500 റിത്തിലിൻ ബഗ്ദാദിയിൻ, ബഗ്ദാദിയായ 500 റിത്തിലാണ് തഖരീബൻ, ഏകദേശം. എന്നാൽ നമുക്ക് തിരിയുന്ന മറ്റൊരു ഭാഷ വബിൽ മിസാഹത്തി, തൂക്കമാവേണ്ട കോലളവ്, അളവ് കൊണ്ട്, വബിൽ മിസാഹത്തി, കോലളവ് കൊണ്ട്, ഫിൽ മുറബ്ബഇ, ചതുരത്തിൽ, ഫിൽ മുറബ്ബഇ, ചതുരത്തിൽ, ദിറാഉൻ വറുബുൻ, 1.25 മുഴമാണ്. തൂലൻ വഅർളൻ വഉംഖൻ, നീളത്തിലും വീതിയിലും ആഴത്തിലും 1.25 മുഴം ഉണ്ടാവണം. ആരുടെ കൈ? ചെറിയ കുഞ്ഞിന്റെ മുഴം കൈയാണോ? ദിറാഉൻ വറുബുൻ, 1.25 മുഴം. ഈ മുഴം എന്ന് പറയുന്നത് ചെറിയ കുഞ്ഞിന്റെതാണോ, അല്ല കുറിയ മനുഷ്യന്റെതാണോ, അല്ല നന്നായി നീളമുള്ള ആളെ കൈയാണോ? ബി ദിറാഇൽ യദിൽ മുഅ്തദില, സാധാരണ രൂപത്തിലുള്ള കൈയിന്റെ മുഴം കൊണ്ട്. സാധാരണ രൂപത്തിൽ നമ്മൾ ഏറെയല്ല കുറവല്ല എന്ന് പറയുന്ന രൂപത്തിലുള്ള ആളുകൾ ഉണ്ടാവല്ലോ, അവരുടെ കൈകിന്റെ കണക്കനുസരിച്ച് 1.25 മുഴം നീളം, വീതി, ആഴം. ദിറാഉൻ വബിൽ മിസാഹത്തി, കോലളവ് കൊണ്ട് 2 കുല്ലത്ത് എന്ന് പറയുന്നത്, ഫിൽ മുറബ്ബഇ, ചതുരത്തിൽ, ദിറാഉൻ 1 മുഴമാണ്, വറുബുൻ 4/1, 1 മുഴത്തിന്റെ 4/1, അപ്പൊ 1.25 മുഴം തൻ ആയത്തിൽ. ബി ദിറാഇൽ യദിൽ മുഅ്തദിലത്തി, സാമാന്യമായ നിലയിലുള്ള കൈയിന്റെ ദിറാ കൊണ്ട്, മുഴം കൊണ്ട്, സാധാരണ രൂപത്തിലുള്ള കൈയിന്റെ മുഴം കൊണ്ട്. അടുത്ത ഭാഗം അബ്ദുള്ള 90-70 സ്ഥലത്തുണ്ടല്ലോ അല്ലെ, നിസ്കാരത്തിന് പോയി വന്നിരിക്കുമല്ലോ. ഓക്കെ. വഫിൽ മുദവ്വരി, വൃത്തത്തിൽ, മുഴത്തിലാണ്, മുറബ്ബയിലാണ്, ചതുരത്തിലാണ് പറഞ്ഞത്. വഫിൽ മുദവ്വരി, വൃത്തത്തിൽ, ദിറാഉം മിൻ സാഇരിൽ ജവാനിബി, എല്ലാ ഭാഗങ്ങളിലൂടെയും 1 മുഴമാണ്. ബി ദിറാഇൽ ആദമി, അങ്ങനെയാണ് ഉള്ളത്.
വഫിൽ മുദവ്വരി വൃത്തത്തിൽ ദിറാഉൻ മിൻ സാഇരിൽ ജവാനിബി എല്ലാ ഭാഗങ്ങളിലൂടെയും ഒരു മുഴവും ബി ദിറാഇൽ ആദമിയി ആദമിയിന്റെ ദിറാ കൊണ്ട് വ ദിറാഅനി ഉംഖൻ ആഴത്തിൽ 2 മുഴവും. അങ്ങനെ വഫിൽ മുദവ്വരി വൃത്തത്തിൽ ദിറാഉൻ മിൻ സാഇരിൽ ജവാനിബി എല്ലാ ഭാഗങ്ങളിലൂടെയും ഒരു മുഴം ബി ദിറാഇൽ ആദമിയി ആദമീന്റെ മുഴം കൊണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ മനുഷ്യന്മാരുടെ മുഴം കൊണ്ട് വ ദിറാഅനി ഉംഖൻ ആഴത്തിൽ 2 മുഴം ബി ദിറാഇൻ നജ്ജാരി ആരുടെ മുഴം കൊണ്ട് ആശാരിയുടെ മുഴം എന്ന് പറഞ്ഞാൽ ആശാരിമാർ അളക്കാൻ ഉപയോഗിക്കുന്നതല്ല, അല്ലാണ്ട് ആശാരിയുടെ കയ്യിൽ നിന്നല്ല. ബി ദിറാഇൻ നജ്ജാരി ആശാരി മുഴം കൊണ്ട് 2 മുഴം ആഴത്തിൽ വേണം. ഏതാണ് ആശാരി മുഴം നമുക്കറിയില്ലല്ലോ. വഹുവ ദിറാഉം വറുബൂൻ 1.25 മുഴം. അപ്പൊ എത്ര വേണം? 2.5 എന്നർത്ഥം അല്ലെ? അപ്പൊ മനുഷ്യന്റെ നിയമപ്രകാരം 2.5 മുഴം വേണം അല്ലെ? അങ്ങനല്ലേ വരിക കണക്കൂട്ട. വഫിൽ മുദവ്വരി വൃത്തത്തിൽ ദിറാഉം മിൻ സവാഇരി സാഇരിൽ ജവാനിബി ബി ദിറാഇൽ ആദമിയി മനുഷ്യന്റെ മുഴം കൊണ്ട് എല്ലാ ഭാഗങ്ങളിലൂടെയും ഒരു മുഴം. വ ദിറാഅനി 2 മുഴം വേണം ഉംഖൻ ആഴത്തിൽ ബി ദിറാഇൻ നജ്ജാരി ആശാരിയുടെ മുഴം കൊണ്ട്. ആശാരി മുഴം എന്ന് പറയുന്നത് എത്രയാണ്? വഹുവ ദിറാഉം വറുബൂൻ അത് 1.25. മനുഷ്യ കണക്കനുസരിച്ച് മനുഷ്യന്റെ കണക്കനുസരിച്ച് നോക്കുമ്പോൾ 1.25. അപ്പോൾ നമുക്ക് ഒറ്റയടിക്ക് എങ്ങനെ പറയാ? ഒരു മുഴം എല്ലാ ഭാഗങ്ങളിലൂടെയും ഒരു മുഴവും ആഴത്തിൽ 2.5 മുഴവും വേണം നമ്മുടെ ഭാഷയിൽ പറയുമ്പോ അല്ലെ? നജ്ജാർ എന്ന് പറഞ്ഞ ആശാരി. മഹാനായ സക്കരിയ അയ്യൂബ് നബിയ ഏത് നബിയുടെ ആശാരി? സക്കരിയ നബി അലൈഹിസ്സലാം കാന സക്കരിയ അലൈഹിസ്സലാം നജ്ജാറ എന്ന് കാണാം. ബഹുമാനപ്പെട്ട സക്കരിയ നബി ആശാരിയായിരുന്നു എന്ന് കാണാം. അപ്പൊ നജ്ജാർ ആശാരി എന്നർത്ഥം. ആശാരി എന്ന് പറഞ്ഞാൽ നമ്മള് മോശാക്കൊന്നും വേണ്ട. അപ്പൊ ആ വിഷയം അവിടെ ആ 2 കുല്ലത്ത് എന്നുള്ളതിന്റെ പരമാവധി ഏകദേശം നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 200 ലിറ്റർ അല്ലെങ്കിൽ 191 കിലോഗ്രാം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ അതിനെ അളക്കാവുന്നതാണ്. 192 അതെ അതന്നെ 192 ലിറ്റർ ആവൂല, 191 കിലോഗ്രാം ആണ് കിലോഗ്രാം കണക്ക് കൂട്ടുമ്പോ. അപ്പൊ ഏകദേശം 200ഓളം ലിറ്റർ വരേണ്ടി വരും. കിലോഗ്രാമിലും ചെറിയ വ്യത്യാസം വരില്ല ഗ്രാമുകൾക്ക്. 191 ഗ്രാം നമ്മുടെ കണക്കനുസരിച്ച് കണക്ക് കൂട്ടുമ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പൊ ഏകദേശം ഒരു 200 ലിറ്റർ എന്ന് നമുക്ക് കണക്ക് കൂട്ടാം. ലിറ്റർ അല്ല കിലോഗ്രാം കണക്കൂട്ടുമാണ് 191 കാണുന്നത്. അപ്പൊ ഏകദേശം 200 ലിറ്റർ എന്ന് നമുക്ക് ഒറ്റ ഭാഷയിൽ പറയാം. അപ്പൊ ഏതായാലും ആ രൂപത്തിൽ 2 കുല്ലത്തുള്ള വെള്ളത്തിന് ചില നിയമവും 2 കുല്ലത്തിൽ താഴെയുള്ള വെള്ളത്തിന് മറ്റൊരു നിയമമാണ്. വെള്ളം കുറഞ്ഞെന്ന് പറഞ്ഞാൽ 2 കുല്ലത്തിൽ ഇല്ലാത്തത്, വെള്ളം കൂടിയെന്ന് പറഞ്ഞാൽ അധികരിച്ചെന്ന് പറഞ്ഞാൽ 2 കുല്ലത്തുള്ളത് എന്നാണ് അർത്ഥം. ഇനി ആ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാനുള്ള മറ്റൊരു വിഷയം സമയം 5:56 ആയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്ന് തുടങ്ങാൻ നന്ന വൈകിയിട്ടുണ്ട്. എന്നാലും തൽക്കാലം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മൈക്ക് കൈമാറാണ്. ഒരു 5 മിനിറ്റ് ഉണ്ടാവും. ഒരു തീരെ 6 മണിന്റെ അപ്പുറത്തേക്ക് പോയാൽ വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ റൈസ് ഹാൻഡ് ചെയ്ത് ചോദിക്കുക. അല്ലെങ്കിൽ പെട്ടെന്ന് ഉടനെ തന്നെ 2 വരിയും കൂടി വായിക്കാൻ കഴിയും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. അതായത് അതിനുവേണ്ടി സമയം നൽകണമല്ലോ. അതുകൊണ്ട് സമയം നൽകുകയാണ്. എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ ചോദിക്കുക, ചോദിച്ചു മനസ്സിലാക്കുക, നന്നായി പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും അള്ളാഹു നമുക്കൊക്കെയും തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നാഫിയായ ഇൽമ് അവൻ അള്ളാഹു നമുക്കും വേണ്ടപ്പെട്ടവർക്കും ശിഷ്യന്മാർക്കും മക്കൾക്കൊക്കെ അള്ളാഹു വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ സുഹൃത്തുക്കളാരും കൂടുതൽ സംശയങ്ങളൊന്നുമില്ല. സംശയങ്ങളൊക്കെ ഉള്ളവർക്ക് എപ്പോഴും സൗകര്യപ്രകാരം KSCRന്റെ ഒരു പ്രത്യേകമായി ബഹുമാനപ്പെട്ട നുർഫൈലി ഉസ്താദിന്റെ ഐഡിയിലേക്ക് PM ചെയ്താൽ നമുക്ക് മറുപടി കൃത്യമായി ലഭിക്കും. എന്നാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ ചെറിയ രൂപത്തിൽ കൈകാര്യം ചെയ്യാൻ ടൈമൊന്നും വലിങ്ങനെ ഇല്ലല്ലോ. ഏതായാലും കൈകാര്യം ചെയ്യാവുന്ന ഒരു അർത്ഥത്തിൽ മാത്രമാണ് സംശയത. ഹംറാസ് 2009 സുഹൃത്ത് റൈസ് ഹാൻഡ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം റൈസ് ഹാൻഡ് ഒഴിവാക്കിയല്ലോ. സുഹൃത്തുക്കളെ ഹംറാസ് 2009 സുഹൃത്തിന് മൈക്ക് വേണ്ടേ? ഓക്കെ, ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. അതെ, വേറെ നിസ്കാരപരമായിട്ടുള്ള ചോദ്യം ചോദിക്കാനാണ്. ഉള്ളത് ഞാൻ ചൈനയിലാണ്. ചൈനയിൽ അബുദാബിയിലോട്ട് വരാൻ വേണ്ടിക്ക് ഷിപ്പുമായിട്ട് മാർഗം വരിക. അപ്പോൾ അത് വരണമെങ്കിൽ 10-25 ദിവസം എടുക്കും. അപ്പൊ അതിനിടയ്ക്ക് നമുക്ക് ജമ്മും കസറായിട്ട് നിസ്കരിക്കാമോ? പിന്നെ അത് മാത്രം, അത് കൂടാതെ കടലിങ്ങനെ ഇളകുന്ന കാരണത്താൽ നിന്നിട്ട് നിസ്കരിക്കാനൊക്കെ ആകത്തില്ല.
അപ്പൊ ഇത് ഇരുന്നുകൊണ്ട് നിസ്കരിക്കാനും പറ്റുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. പിന്നെ അതുപോലെ തന്നെ നമുക്കിത് എന്റെ ജോലി ഇത് യാത്ര, ഞാൻ ജോലി യാത്രക്കാരനല്ല, ഞാനൊരു കപ്പൽ ജോലിക്കാരൻ. കരക്കായാലും കടലിലായാലും എനിക്ക് ഒരുപോലെ ബാധിക്കും. ഞാനൊരു ജോലിക്കാരനാണ് കപ്പലിൽ. അസ്സലാമു അലൈക്കും. ഹംറാസ് സുഹൃത്തെ പ്ലീസ്, എനിക്ക് മനസ്സിലായില്ല, ഒന്നുകൂടി ആവർത്തിച്ച് നന്നാകും. അല്ലെങ്കിൽ ഒന്ന് PM ചെയ്തോ, എനിക്കൊന്നും മനസ്സിലായില്ല. നിങ്ങൾ ചോദിച്ചു, എന്തോ ഒരു കട്ട് പോലെ തോന്നി. കപ്പൽ ജോലിക്കാരനാണ്, എന്നിട്ട് ഹുറൈറ പറയുന്നുണ്ട് കപ്പൽ ജോലിക്കാരനാണ്. നോക്കെ റൈസാൻഡ്. അസ്സലാമു അലൈക്കും. അതായത് ഞാനിപ്പോ ചൈനയിലാണുള്ളത്. ചൈനയിൽ നിന്ന് അബുദാബിയിലോട്ട് വരാൻ വേണ്ടി 10-25 ദിവസം എടുക്കും ഷിപ്പുമായിട്ട്. അപ്പൊ ഷിപ്പിൽ ഞാനൊരു ജോലിക്കാരനാണ്, തൊഴിലാളിയാണ്. പക്ഷെ അതെനിക്ക് ഇപ്പൊ യാത്ര കരക്കായാലും കടലിലായാലും ഞാനൊരു തൊഴിലാളിയാണ്. ഒരു സെയിം പണിയാണ് എനിക്ക്. അപ്പൊ ഞാൻ യാത്രയിൽ ഉൾപ്പെടുത്തി എനിക്ക് ജമ്മു കസറായിട്ട് നിസ്കരിക്കാൻ പറ്റുമോ? പിന്നെ അത് കൂടാതെ എന്ന് പറഞ്ഞാല് ഈ കപ്പല് ഈ ആട്ടം കാരണം നിന്നുകൊണ്ട് നിസ്കരിക്കാൻ പ്രയാസമാണ്. തലകർക്ക് ഇതൊക്കെ കാരണം ഇരുന്നുകൊണ്ട് നിസ്കരിക്കാൻ പറ്റുമോ എന്നും കൂടി അറിയിക്കാം. അസ്സലാമു അലൈക്കും. നിങ്ങള് കപ്പലിൽ ജോലി ചെയ്യാണോ, അല്ല ഇന്നിപ്പം ചൈനയിൽ നിന്ന് അബുദാബിയിലേക്ക് വരേണ്ട ആവശ്യം? സ്ഥിരം യാത്രക്കാരനാണോ സുഹൃത്തെ? നിങ്ങൾ സ്ഥിരം യാത്രക്കാരനാണോ? അല്ല കപ്പലുമായി ബന്ധപ്പെട്ട് മറ്റു ജോലിയും ഇന്നിപ്പോ തൽക്കാലം ഇങ്ങോട്ടേക്ക് അബുദാബിയിലേക്ക് വരേണ്ട ഒരു ആവശ്യമാണല്ല. കപ്പൽ ജോലി തന്നെയാണ്, എപ്പോഴും കപ്പലിലാണ് ജോലി അല്ലെ? അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യലായിരിക്കും. അല്ല ജോലിക്കാരനാണ്. ഒന്നും കൂടി വിഷയത്തെ ഞാൻ ക്ലിയർ ചെയ്യാൻ. കപ്പൽ ജോലി എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് എപ്പോഴും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യലാണോ പണി? അല്ല നിങ്ങൾ ഇന്ന് തൽക്കാലം ചൈനയിൽ നിന്ന് കപ്പൽ ആടുന്നത് കൊണ്ട് ഇരുന്ന് അത് പറയാം, അത് മറ്റൊരു വിഷയമാണ്. അത് ഈ വിഷയം ഒന്ന് ക്ലിയർ ചെയ്യട്ടെ സുഹൃത്തുക്കളെ. ഹംറാസ്, ഞാൻ ചോദിക്കുന്നതിന് ഒന്ന് കൃത്യമെന്ന് പറഞ്ഞ തീരുമാനവും. കപ്പൽ ജോലി എന്ന് പറഞ്ഞ ചിലപ്പോൾ കപ്പലുമായി തുറമുഖവും അതുമായി ബന്ധപ്പെട്ട് ഏറ്റവും കയറ്റിലും ഇറക്കലൊക്കെ അതിന്റെ ബിസിനസ് അതിന്റെ കണക്കൂട്ടലൊക്കെ ഉണ്ടാവും. അതല്ല ചോദ്യം. നിങ്ങൾ എപ്പോഴും കപ്പലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്ന ഒരാളാണോ സുഹൃത്തെ? എന്റെ ചോദ്യം കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ഞാൻ കരക്കായാലും ജോലി ചെയ്യും. അപ്പൊ കപ്പലിനെ നിസ്കരിക്കാൻ കഴിയുള്ളൂ എന്നർത്ഥം അല്ലെ? അതായിരിക്കും. അങ്ങനെയല്ല ചോദിച്ചാൽ എപ്പോഴും നിങ്ങൾ യാത്രയിൽ തന്നെയാണോ? അല്ല ചൈനയിൽ കുറെ ഒരു കടലിൽ അപ്പൊ എപ്പോഴും കടലിൽ തന്നെയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതല്ല ചോദിച്ചത്. നിങ്ങൾ യാത്രക്കാരൻ എന്ന അവസ്ഥ എപ്പോഴും ഉണ്ടോ എന്നാണ് എന്റെ ചോദ്യം. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ഞാൻ അമേരിക്കയിലേക്ക് പോയി ഒരു കൊല്ലം അവിടെ നിൽക്കുന്നെങ്കിൽ ഞാൻ അവിടുത്തെ യാത്രക്കാരനല്ലല്ലോ. ഞാൻ അവിടെ വന്ന് ഇപ്പൊ തൽക്കാലം അവിടെ ഞാൻ താമസിക്കുന്നവനാണ് എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ എപ്പോഴും ചൈനയിലെ കടയിൽ തന്നെയാണോ? അല്ല അവിടുന്ന് എപ്പോഴെങ്കിലും എപ്പോഴും ഇങ്ങനെ ചൈനയിൽ നിന്ന് അബുദാബി അല്ലെങ്കിൽ മറ്റു ചില സ്ഥലത്തേക്കൊക്കെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുന്ന ആളാണോ? അതാണ് എനിക്കറിയേണ്ടത്. അയാളുടെ ജോലി കപ്പലിൽ, അതെല്ലാം എന്റെ ചോദ്യം സുഹൃത്തുക്കൾക്ക് മനസ്സിലാകുന്നില്ല. എന്ന് പറഞ്ഞാൽ അയാൾ എപ്പോഴും യാത്രക്കാരനാണോ? കപ്പലിലൂടെ യാത്ര ചെയ്യുന്ന ആളാണോ എന്ന ചോദ്യം. കപ്പലിലൂടെ യാത്ര ചെയ്യുന്ന ആളാണോ എന്നാണ് എന്റെ ചോദ്യം. എപ്പോഴും യാത്രക്കാരനാണോ? അല്ല ഇപ്പം തൽക്കാലം യാത്ര ചെയ്യുന്നു മാത്രമാണോ? ഏതായാലും പെട്ടെന്ന് ഞാൻ തൽക്കാലം എളുപ്പത്തിൽ മറുപടി പറയാം. അയാൾ യാത്രക്കാരനാണെങ്കിൽ അയാൾക്ക് ജമ്മും കസറും പറ്റും. അല്ലാതെ അയാൾ ഇപ്പൊ ചൈനയിൽ അബുദാബി സ്ഥിരം ചൈനക്ക് കപ്പലെടുക്കാൻ വന്നതാണ്. സുബ്ഹാനല്ലാഹ്, സ്ഥിര യാത്രക്കാരനാണോ? ഏതായാലും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഞാൻ ഉദാഹരണം ഞാൻ എന്റെ അവസ്ഥ പറയാം. എനിക്ക് കപ്പലിലും വേണ്ട, ഞാൻ ഇവിടെ നിന്നും യാത്ര പുറപ്പെടുകയാണ്. നന്ദി ദാറുസലാമിൽ നിന്ന് ഞാൻ ഇന്ന് രാത്രി യാത്ര പുറപ്പെടുന്നു. ചൈനയിലേക്ക് തന്നെ ആയിക്കോട്ടെ. ചൈനയിലേക്ക് എടുക്കാൻ എനിക്ക് ഏകദേശം ഒരു 10-12 ദിവസം എത്തിച്ചേരുമെന്ന് സങ്കല്പിക്കാം. ഞാൻ അങ്ങനെ ആ രൂപത്തിലാണ് യാത്ര ചെയ്യുന്നത്. നേരിട്ടൊന്നും വേറെ പ്ലെയിനൊന്നും കയറാതെ വളരെ സാഹസപ്പെട്ടിട്ടാണ് ഞാൻ യാത്ര ചെയ്ത് ചൈനയിലേക്ക് എത്തി. 10 ദിവസവും എനിക്ക് ജമ്മും കസറും ആക്കാവുന്നതാണ്. ഒന്ന് സുഹൃത്തെ മനസ്സിലാക്കണേ.
ഞാൻ ഇവിടെ നിന്നും അബുദാബിയിലേക്കാണ്, ഞാൻ ചൈനയിലേക്കാണ് യാത്ര ചെയ്യുന്നത്. ചെന്നൈയാണല്ലേ, ചൈന എന്നല്ലേ. ഞാൻ ഇവിടെ നിന്ന് ചൈനയിലേക്ക് യാത്ര ഉദ്ദേശിക്കുന്നു. ഇന്ന് രാത്രി ഞാൻ കയറുന്നു. പക്ഷെ ഞാൻ എത്തിച്ചേരുക ചൈനയിൽ ഏകദേശം ഒരു 10-12 ദിവസം പിന്നിടും. ഈ 12 ദിവസവും എനിക്ക് ജമ്മും കസറും ആക്കാവുന്നതാണ്. എന്റെ ലക്ഷ്യം നന്നായാൽ മതി. എന്റെ കാര്യമായി ഇത് സുഹൃത്തിന്റെ ലക്ഷ്യം നന്നാണ്. കാരണം ഇദ്ദേഹം ജോലിക്കാരനാണ്. ഒന്ന്. അതോടെ പിന്നെ ചോദിച്ചത്, കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ സ്വാഭാവികം ആടുന്നത് കൊണ്ട് നിന്ന് നിസ്കരിക്കാൻ കഴിയില്ല, തലകറക്കമുണ്ടോ, അതുകൊണ്ട് ഇരിക്കാൻ പറ്റുമോ? അത് കുഴപ്പമില്ല, ഇരുന്ന് നിസ്കരിക്കാവുന്നതാണ്. ഇരുന്ന് നിസ്കരിക്കുമ്പോൾ ബാക്കി നിയമങ്ങളൊക്കെ അറിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഏതായാലും ഒന്നുകൂടി റൈസ് ഹാൻഡ് ചെയ്തിട്ടുണ്ട്. സുഹൃത്തിനെ മൈക്കിലേക്ക് തന്നെ ക്ഷണിക്കുന്നു. അബ്ദുറഹീം എന്ന സുഹൃത്ത് അല്പം ഒന്ന് ക്ഷമിക്കുക. ഏതായാലും ഹംറാസ് എന്ന സുഹൃത്ത് തന്നെ മൈക്കിലേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അസ്സലാമലൈക്കും. ഉസ്താദ്, എന്റെ ചോദ്യം അതല്ല. ഞാനിപ്പോ അബുദാബി ഓയിൽ ഫീൽഡ് ജോലിക്കാരനാണ്. കപ്പലിൽ സ്ഥിരമായിട്ട് അബുദാബിയിൽ ഉണ്ടാകുമ്പോൾ അതിപ്പോ ജെട്ടിക്ക് ഇവിടെ അബുദാബി പോർട്ടിലോട്ട് വരും, സാധനം ലോഡ് ചെയ്ത് പിന്നെ ഓയിൽ ഫീൽഡ് ജോലി ചെയ്യും. അപ്പൊ സ്ഥിരം ജോലിക്കാരനാ. അപ്പൊ അത് കരക്കാലം കടയപ്പോ കാലത്ത് എഴുന്നേൽക്കുമ്പോ ചിലപ്പോ കടലിലായിട്ടുണ്ടാവും, പറയാൻ പറ്റില്ല. എന്റെ ജോലിപരമായിട്ട് എപ്പാന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഞാൻ സ്ഥിരം ജോലിക്കാരെ കപ്പലിൽ അബുദാബിക്ക് ഓയിൽ ഫീൽഡ് പോകും വരും. അതിലിപ്പോ ഞാൻ ഫ്ലൈറ്റ് മാർഗം ചൈനയിലേക്ക് വന്ന് ചൈനയിൽ നിന്ന് ഒരു പുതിയൊരു കപ്പലുമായിട്ട് അബുദാബിയിലേക്ക് വരെ 10-15 ദിവസം എടുക്കും. അതൊരു യാത്രയിൽ പെടുത്താമോ അല്ലാതെ ജോലിയിൽ പെടാൻ പറ്റുമോ എന്ന് നോക്കിയാൽ. യാത്രയിലാകുമ്പോൾ എനിക്ക് ജമ്മു കസറാക്കല്ല. ഞാൻ ഇപ്പൊ സ്ഥിരം ജോലി ഇവിടെ ഇപ്പൊ ജോലിയായിട്ട് എന്റെ ജോലിപരമായിട്ട് ഞാൻ ജോലി ചെയ്യാം. അതല്ലാതെ പിന്നെ ഈ യാത്ര പോകുന്നുണ്ടെന്നേ ഉള്ളൂ. കപ്പൽ എടുക്കാൻ വന്നതുകൊണ്ട് പോകുന്നുണ്ടെന്നല്ലോ. അസ്സലാമു അലൈക്കും. അപ്പം സുഹൃത്തിന്റെ ചോദ്യം ഏകദേശം മനസ്സിലായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം അബുദാബിയിലാണ് സ്ഥിരം ഉണ്ടാവുക. ഇന്നിപ്പം അബുദാബിയിൽ ചൈനയിലേക്കോ അല്ലെങ്കിൽ ചൈനയിൽ നിന്ന് അബുദാബിയിലേക്കോ വരികയാണ് എന്ന് പറഞ്ഞ ഇപ്പൊ 25 ദിവസം അദ്ദേഹത്തിന് ജമ്മും കസറും ആക്കാവുന്നതാണ്. ഇനി അല്ല, ബാക്കി സമയത്ത് യാത്രയിലല്ല എങ്കിൽ, അതായത് അബുദാബി തന്നെ നിലകൊള്ളുന്ന സമയത്ത് അദ്ദേഹത്തിന് ജമ്മും കസറും പാടില്ല. ഇനി പിന്നെയുള്ള ചോദ്യം വെച്ചാൽ അദ്ദേഹം കപ്പലിൽ തന്നെയാണ് എല്ലാ ടൈമിലും ഉണ്ടാവുക. അപ്പം പിന്നെ ഇരുന്ന് നിസ്കരിക്കാൻ പറ്റുമോ? നിന്ന് നിസ്കരിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? പ്രയാസപ്പെടും, തലകറക്കലോ മറ്റോ ഉണ്ട് എങ്കിൽ അദ്ദേഹത്തിന് ഇരുന്ന് നിസ്കരിക്കാവുന്നതാണ്. ഇരുന്ന് നിസ്കരിക്കുമ്പോഴുള്ള നിയമങ്ങളൊക്കെ അറിയാമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അറിയില്ലെങ്കിൽ ഒന്ന് സൂചിപ്പിക്കുകയാണെങ്കിൽ വേണമെങ്കിൽ പറയാമെന്ന് മാത്രം. മനസ്സിലായല്ലോ സുഹൃത്തെ? ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. നടുകടയിൽ നെറ്റ് ക്ലിയർ ആയി കിട്ടുന്നുണ്ടല്ലോ. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ. എന്ന് അബ്ദുറഹീം എന്ന സുഹൃത്ത് മൈക്കിലേക്ക് വരട്ടെ. ഞാൻ റൈസ് ഹാൻഡ് ചെയ്യുന്നു, മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദ് കേൾക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ജമ്മാക്കാൻ ഉള്ള കിലോമീറ്റർ എത്ര കിലോമീറ്റർ വേണം ജമ്മാക്കണമെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നെ വളരെ നന്നായിരുന്നു. ജമ്മിനും കസറിനും ഒരേ സൈസ് കിലോമീറ്റർ ആണോ, അല്ലെ ജമ്മിന് മാത്രം വ്യത്യാസം ഉണ്ടോ എന്ന് വിശദീകരിച്ച് തന്നെ നന്നായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ജംഇനും കസറിനും രണ്ടിനും ഒരേ കിലോമീറ്റർ തന്നെയാണ്. ഏകദേശം 132-130 കിലോമീറ്റർ ആണ് നമ്മൾ ഔദ്യോഗികമായി കണക്കാക്കാറുള്ളത്. വിരുദ്ധമായി ചില അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും നമുക്ക് നേർക്ക് നേരെ തെറ്റുകൂടാതെ സ്വീകരിക്കാവുന്ന ഒരു അഭിപ്രായം എന്ന നിലയിൽ 132 കിലോമീറ്റർ തന്നെ നമ്മൾ കണക്ക് കൂട്ടുക, ജം ആണെങ്കിലും കസറാണെങ്കിലും. പിന്നെ 180ഓളം കിലോമീറ്റർ ഉണ്ടെങ്കിലാണ് കസറാക്കൽ ഉത്തമമാകുന്നത്. അല്ലെങ്കിൽ ജം ആക്കുന്നതിന് കുഴപ്പമില്ല, ജമ്മാക്കാം 132 കിലോമീറ്റർ ഉണ്ടെങ്കിൽ തന്നെ. 180ഓളം കിലോമീറ്റർ ഉണ്ടെങ്കിലാണ് കസറാക്കൽ ഉത്തമമാകുന്നത്. അല്ലെങ്കിൽ നല്ലത് കസറാക്കാതെ പൂർത്തിയാക്കി നിസ്കരിക്കൽ തന്നെയാണ്. സുഹൃത്തിന് എന്തെങ്കിലും ക്ലിയർ ചെയ്യാനുണ്ടെങ്കിൽ ഒന്നുകൂടി പെട്ടെന്ന് മൈക്കിലേക്ക് വരിക. സാധാ സംശയമായിരിക്കും, കൂടുതലൊന്നും ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കണം. അല്ലെ അബ്ദുറഹീം? ശബ്ദം കേട്ടിട്ടില്ല സുഹൃത്തുക്കളെ, ഞാൻ DC-യാ. എന്റെ ശബ്ദം കേട്ടിട്ടില്ലേ? ഓക്കെ. അബ്ദുറഹീം എന്ന സുഹൃത്ത്, അദ്ദേഹം കേട്ടിട്ടില്ല, അദ്ദേഹം ഒന്നും പ്രതികരിച്ച് കണ്ടില്ല. അതുകൊണ്ടാണ്. അബ്ദുറഹീം എന്ന സുഹൃത്ത് കേൾക്കുന്നില്ലേ? മുനീർ, അടുത്ത സുഹൃത്ത് മൈക്കിലേക്ക് വന്നിട്ടുണ്ട്. സമയം 6:07 ആയിട്ടുണ്ട്. പ്രിയപ്പെട്ട സുഹൃത്ത്, പെട്ടെന്ന് ചുരുക്കാണ്. ഞാൻ ഇപ്പം തന്നെ ആ ചോദ്യത്തോടുകൂടി സ്റ്റോപ്പ് ചെയ്യണം. ഏതായാലും അദ്ദേഹം കൂടി മൈക്കിലേക്ക് വരട്ടെ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ സുഹൃത്തുക്കളെ? ശബ്ദം കേൾക്കുന്നുണ്ടോ?
ഉസ്താദെ, ഈ 2 കൊല്ലത്ത് വെള്ളം ഉസ്താദ് ഞാനിപ്പോ ക്ലാസ്സിൽ കയറിയിട്ടുള്ളൂ. ഈ ഒരു യാത്രയിലായിരുന്നു ഇതുവരെ. പിന്നെ റേഡിയോയിൽ ഞാൻ ക്ലാസ് ഏകദേശം അവസാന ഭാഗം കേട്ടു. അപ്പൊ ഈ 2 കൊല്ലത്ത് വെള്ളം പിന്നെ ഉസ്താദ് 1.25 മുഴം നീളം, 1.25 മുഴം വീതി, 1.25 മുഴം ആയം, നമ്മൾ പഴയ കാലത്ത് പഠിച്ച ആ കണക്കാണ് വിശദീകരിച്ചത്. ആ കൂട്ടത്തിൽ തന്നെ ഈ ലിറ്റർ കണക്ക് പറഞ്ഞു. സുമാർ 200 ലിറ്റർ വെള്ളമാണ് 2 കൊല്ലത്തിന്റെ കണക്ക്. ഇത് ഏത് കിതാബിലാണ് പറഞ്ഞിട്ടുള്ളത്? ലിറ്റർ കണക്ക് ഏത് കിതാബിലാണ് പറഞ്ഞിട്ടുള്ളത് എന്നതാണ് എന്റെ സംശയം. അത് ആരാണത് ലിറ്റർ കണക്ക് പറഞ്ഞത്? അത് ഏത് ഗ്രന്ഥത്തിലാണ്, ഫിഖിന്റെ ഏത് ഗ്രന്ഥത്തിലാണുള്ളത് എന്നാണ് എന്റെ സംശയം. അസ്സലാമു അലൈക്കും. സുഹൃത്ത് ചോദിച്ച പോലെ ലിറ്റർ കണക്കാരെ കൃത്യമായി പറഞ്ഞതാണ്. എന്ന് പറഞ്ഞാൽ 191 ഗ്രാം. അതായത് നമുക്ക് ഈ 500 റിത്തിലി എന്ന് പറഞ്ഞതിനെ 500 റിത്തിലി എന്ന് പറഞ്ഞതിനെ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു കണക്കാക്കിയൊക്കെ ആയിട്ട് കൃത്യമായി മഹല്ലി പോലുള്ള ഗ്രന്ഥങ്ങളിൽ, മഹല്ലി തുഹ്ഫ പോലുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ ദിർഹമിലേക്ക് അതിന്റെ കണക്ക് മാറ്റി തന്നിട്ടുണ്ട്. ആ ദിർഹമിന്റെ കണക്കുമായി ബന്ധപ്പെട്ട് കണക്ക് കൂട്ടിയ ഒരു ദിർഹം എത്ര ഗ്രാം വരുമെന്നൊക്കെ കണക്ക് കൂട്ടിയാൽ 191 ഗ്രാമാന്ന് കിട്ടും. ഞാൻ ഇപ്പൊ ഇൻഷാല്ല വേണമെങ്കിൽ ഒന്നും കൂടി നാളെ വിശദമായി പറയണമെങ്കിൽ നാളെ പറയാം. ഇപ്പൊ എനിക്ക് സമയമില്ല. അതുകൊണ്ടാണ് 191 കിലോഗ്രാം ആണെന്ന് കിട്ടും. അത് കിട്ടിയാൽ നമുക്ക് ലിറ്ററിലേക്ക് ആക്കാൻ പ്രയാസമൊന്നുമില്ല. അതുകൊണ്ടാണ് ഇൻഷാല്ല ബാക്കി നാളെയാവാം. ബഹുമാനപ്പെട്ട ഏതൊരു സുഹൃത്ത്, ജ്യേഷ്ഠന്റെ അമ്മോഷൻ വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഹോസ്പിറ്റലിലാണ്, ക്യാൻസറാണ്, ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറായ രൂപത്തിൽ എത്രയും പെട്ടെന്ന് ഷിഫാ നൽകുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണ ഷിഫ ആ സഹോദരന് നൽകുമാറാവട്ടെ. ഷിഫയിൽ ഖൈറില്ല, അല്ലെങ്കിൽ ഷിഫയിൽ അള്ളാഹുവിന്റെ ഖളാ ഇല്ലെങ്കിൽ അത് ക്ഷമിക്കാനുള്ള നല്ല താഖത്ത് അദ്ദേഹത്തിനും കുടുംബത്തിനൊക്കെ അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മയും വേണ്ടപ്പെട്ടവരെയും അത്രയും പ്രയാസങ്ങളെ തൊട്ടും പ്രശ്നങ്ങളെ തൊട്ടും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആഫിയത്തുള്ള ദീർഘായുസ് അള്ളാഹുവിന്റെ ത്വാഅത്തിലായി അവൻ നമുക്കും, മാതാപിതാക്കൾ, ഉസ്താദുമാർ, ശിഷ്യന്മാർ, കൂട്ടുകുടുംബാദികൾ, നമ്മെ സ്നേഹിച്ചവർ, നാം സ്നേഹിക്കുന്നവർ, ദുആ കൊണ്ട് വസിയത്ത് അവർക്കൊക്കെയും അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. എല്ലാറ്റിലും ഉപരി ജീവിക്കൽ ഖൈറാവുന്ന കാലത്തോളം ആഫിയത്തോടെ ജീവിച്ച് മരിക്കൽ ഖൈറാവുന്ന നേരത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി മരിക്കാൻ നമ്മയും വേണ്ടപ്പെട്ടവരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു